ദൈവനാമം മഹത്വപ്പെടട്ടെ. സഭ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ തിങ്കളാഴ്ച വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പിന്റെ പ്രസക്തിയെക്കുറിച്ചും നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം നാമൊക്കെ ജനിച്ച വളർന്ന നാളുകൾ മുതൽ ഈ ഒരു ആത്മീയ പരിശീലനത്തിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ അനുഭവം നമുക്ക് നന്നായിട്ടറിയാം. എങ്കിലും ആ വലിയ ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഇന്നത്തെ ഈ ബോധന പ്രക്രിയയിലൂടെ ഞാൻ പരിശ്രമിക്കുന്നത്. പൗരസ്ത്യ ആധ്യാത്മികതയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വിശുദ്ധ നോമ്പനുഷ്ഠാനം. കപ്പദോക്യൻ പിതാക്കന്മാരിൽ അഗ്രഗണ്യനായിട്ട് നാം കാണുന്ന നിസായിലെ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സിയുടെ കാവൽഭടനെന്നും പൗരസ്ത്യ ആധ്യാത്മികതയുടെയൊക്കെ ഉജ്ജ്വലനായ വക്താവെന്നുമൊക്കെ വാനോളം പ്രകീർത്തിക്കപ്പെടുന്ന ഒരു നാമധേയമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആത്മീയ അനുഷ്ഠാനങ്ങളുടെ പരമമായ ലക്ഷ്യം എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന അനുഗ്രഹീതമായ ഒരു പദപ്രയോഗമുണ്ട്. അത് ഇല്യൂമിനേഷൻ എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സെൽഫ് ഇല്യൂമിനേഷനാണ്. സ്വയം പ്രകാശിക്കുന്ന അനുഭവം. ഈ വെളിച്ചം എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് വിശുദ്ധ നോമ്പിന്റെ അനുഗ്രഹീതമായ പരമമായിട്ടുള്ള ലക്ഷ്യം. എല്ലാ ആധ്യാത്മിക നടപടിക്രമങ്ങളുടെയും കുദാശാനുഷ്ഠാനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നു തന്നെയാണ്: ഭൂമിയിലുള്ള മനുഷ്യനെ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേര് ഫ്രം ഗ്ലോറി ടു ദ ഗ്ലോറി എന്നാണ്. മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കെന്നാണ് നിസായിൽ ഗ്രിഗോറിയോസിന്റെ ശ്രേഷ്ഠമായൊരു ഗ്രന്ഥത്തിന്റെ നാമധേയം. ഈ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ഇതിവൃത്തം 3 ശക്തമായ പ്രതീകങ്ങളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രതീകം വളരെ ഔന്നത്യത്തിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലായി മിന്നിശോഭിക്കുന്ന ഒരു തേജോഗോളം. എന്നാൽ ഒരു മനുഷ്യൻ താഴ്വരയിൽ നിൽക്കുകയാണ്. ഈ താഴ്വരയിൽ നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ വെളിച്ചമൊന്നൊരു പ്രശ്നമേ അല്ല. അവന്റെ നിൽപ്പ് തന്നെ ശ്രദ്ധേയമാണ്. അവൻ ഈ വെളിച്ചത്തിനെ നോക്കാൻ പോലും ശ്രദ്ധിക്കാതെ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത് തങ്ങളുടെ മുമ്പിൽ അന്ധകാരം നിഴലിക്കുവാനും നിഴൽ വ്യാപിക്കുവാനും തക്കവണ്ണം ഇടയാകും. ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ചിത്രം ഇത് തന്നെയാണ്. നോമ്പനുഷ്ഠാനങ്ങളുമൊക്കെ തേജസ്സിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എവിടെയും കാണുക. ഇവിടെ നിസായിലെ ഗ്രിഗോറിയോസ് വളരെ ശ്രേഷ്ഠമായി വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ്. വലിയ തേജസ് തനിക്കൊരു വിഷയമല്ല. ഈ വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം ഒരു പരിധിവരെ എന്തെല്ലാം അനന്ത സാധ്യതകൾ ആത്മീയമായി ഉയരുവാൻ വളരുവാൻ നമുക്കുണ്ട്. ഒരുപക്ഷെ ഈ ദേവാലയത്തിന്റെ പരിസരങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ പരിമലയിലാണ് എന്നുള്ള തലത്തിലായിട്ടുണ്ടെങ്കിലും ഈ ആലയത്തിനകത്തേക്ക് കടന്നു വരുവാനോ ബലിപീഠത്തിന്റെ മുമ്പിലിരുന്ന് ഈ ധ്യാന കാര്യങ്ങളിൽ വ്യാപരിപ്പാനോ നമുക്ക് സാധിക്കുന്നില്ല.
പലപ്പോഴും ആത്മീയതയുടെ അനന്ത സാധ്യതകൾ നമുക്ക് ആവോളമുണ്ടെങ്കിലും ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമ്മുടെയൊക്കെ ശൈലിയിലും രീതിയിലും ജീവിതത്തെ തള്ളി നീക്കുന്ന ഒരു ശ്രമം. ഇതാണ് വാസ്തവത്തിൽ നിസ്സായിലെ ഗ്രിഗോറിയോസിന്റെ ആദ്യത്തെ പ്രതീകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മുമ്പോട്ട് വായിക്കുമ്പോൾ രണ്ടാമതൊരു പ്രതീകം കാണാൻ സാധിക്കും. ഈ പ്രതീകം തേജസ്സുള്ള ഗോളം ഈ പർവ്വതത്തിന്റെ മുകളിലാണ്, ചുറ്റുമിന്നി നിൽക്കുകയാണ്. വളരെ തേജസ്സുറ്റ പ്രഭയാണ് അവിടെ കാണുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ താഴ്വരയിലാണ്, വളരെ നിസ്സാരമായി കയ്യും കെട്ടി ലാഘവത്തോടുകൂടി അകലെ കാണുന്ന പ്രകാശത്തെ വിദൂരതയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു തേജസ് വിദൂരതയിൽ നിന്ന് കണ്ടാൽ അതിന്റെ സൗന്ദര്യമോ അതിന്റെ നന്മയോ ശ്രേഷ്ഠതയോ മഹത്വമോ ഒന്നും നമുക്ക് ആർജിക്കുവാൻ സാധിക്കുകയില്ല. കേവലം ഒരു കാഴ്ചക്കാരെ പോലെ. ഇന്നത്തെ നമ്മുടെ സഭാവിശ്വാസികളുടെ ശൈലിയും ഇതാ. ആരാധനയിൽ എങ്ങനെ എത്രയും താമസിച്ചു വരാം, വന്നാൽ എത്രയും അകലെ എങ്ങനെ നിൽക്കാം, ആ അകലങ്ങളിൽ എവിടെ ഒന്ന് ചാരാൻ ഇടം കിട്ടും, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒന്ന് ഇരിക്കാൻ ഇരിപ്പിടം കിട്ടും. ഇതൊക്കെ നമ്മുടെ പരിഗണനകളാണ്. ആരാധനയുടെ മഹത്വമോ ശ്രേഷ്ഠതയോ ദർശിക്കുന്നതിലപ്പുറമായി കുറെ കൂടെ ഒരു കംഫർട്ട് സോണിൽ ആത്മീയതയെ നോക്കിക്കാണുന്ന ഒരു ശൈലി. ഇത് വളരെ ശക്തമായി ഗ്രിഗോറിയോസ് വളരെ ശക്തമായി ഇവിടെ പ്രതിപാദിക്കുകയാണ്. വിദൂരതയിലുള്ള തേജസ് വിദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുന്ന, കണ്ട് തൃപ്തി അടയുന്ന, ഒരുപക്ഷെ അതിനുശേഷം അതിനെക്കുറിച്ച് വാനോളം പ്രകീർത്തിക്കുകയും ചെയ്തിരിക്കും ആത്മീയതയെക്കുറിച്ചുമൊക്കെ. ഇതിനൊക്കെ ഉരുമ്പിടുവാൻ വരുന്ന മനുഷ്യനാണിത്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രതീകം ഇതാണ്, നമ്മുടെയൊക്കെ പ്രതീകം തന്നെയാണ്. ആത്മീയതയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഒരകലമിട്ട് ഈ ശുശ്രൂഷകളെ, വിശുദ്ധ നോമ്പ് അടുത്തു വരികയാണ്. ഇതൊന്നും നമ്മെ സംബന്ധിച്ചത് സന്യാസികൾ നോക്കട്ടെ, അല്ലെങ്കിൽ അതിനായിട്ട് വേർതിരിക്കപ്പെട്ട ആളുകൾ നോക്കട്ടെ എന്നൊക്കെ കരുതി ആത്മീയതയെ ഒരു അകന്ന് നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന, വീക്ഷിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ ആത്മീയത ഇന്ന് അധപ്പതിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രിഗോറിയോസിന്റെ മൂന്നാമത്തെ പ്രതീകം വളരെ ശക്തമാണ്. ഈ പ്രതീകത്തിൽ കാണുന്നത് തേജസ്സുറ്റ ഈ ഗോളം തന്റെ മുമ്പിൽ ചുറ്റിമിന്നുമ്പോൾ താഴ്വരയിൽ നിൽക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് തൃപ്തനല്ല. അവൻ മുകളിലേക്ക് കയറുവാനുള്ള ഒരു പരിശ്രമമാണ്. ഈ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് എത്തിപ്പിടിക്കുക വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതിന് ഏറെ അധ്വാനം ആവശ്യമാണ്, പരിശ്രമം ആവശ്യമാണ്, കഷ്ടപ്പാടുണ്ട്, പങ്കപ്പാടുകളുണ്ട്. പോകുന്ന വഴി അത്ര മെച്ചമല്ല. മുള്ളുണ്ട്, പാറക്കാരകളുണ്ട്, വിഷജന്തുക്കളുണ്ട്, കുന്നും കുഴിയുമുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. പക്ഷേ അവൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ഈ ശ്രമകരമായ ദൗത്യത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. ഈ ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന് ഇത് അവോളം അനുഭവിച്ചു കഴിഞ്ഞ് മടങ്ങി വരുന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ. നിസ്സായിലെ ഗ്രിഗോറിയോസ് ഈ ഗ്രന്ഥം കൺക്ലൂഡ് ചെയ്യുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ മനുഷ്യനെ വരച്ചു കാട്ടിക്കൊണ്ടാണ്. അവിടെ പറയുന്നത് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ്. ഈ ചിത്രം മറ്റാരുടെയുമല്ല. തിരുവെഴുത്തിൽ ഈ മനോഹര ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ആരുടെ ചിത്രമാണത്? ദൈവദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭക്തനായ മോശയുടെ ചിത്രമാണ്. ഈ മോശ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നത് കയ്യും വീശിക്കൊണ്ടല്ല, വലിയ ത്യാഗപൂർവമായ ഒരു പ്രക്രിയയിലൂടെയാണ്. തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് വരുന്നുണ്ട്. മോശ വ്രതാനുഷ്ഠാനത്തോടെ, നോമ്പനുഷ്ഠാനത്തോടെ, സ്വയം തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ക്ലേശകരമായ ഒരു ദൗത്യത്തിനു വേണ്ടി മുതിരുകയാണ്. ഈ അനുഷ്ഠാനങ്ങൾ തന്നെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുകയാണ്. ആ ഔന്നത്യത്തിലെത്തി കേവലം മടങ്ങുകയല്ല, താൻ തന്നെ തേജസ്സായിട്ട് തീരുകയാണ്. പൗരസ്ത്യാധ്യാത്മികതയുടെ മർമ്മപ്രധാനവും കാതലായതുമായ ഒരു അനുഭവമാണ് വിശുദ്ധ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ, ഉപവാസങ്ങളിലൂടെ, കൗദാശിക അനുഭവങ്ങളിലൂടെ
ആധ്യാത്മിക നടപടിക്രമങ്ങളിലൂടെ ഒരു വിശ്വാസി ഈ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക്, തേജസ്സിന്റെ അനുഭവത്തിലേക്ക്, വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. കർത്താവ് പർവ്വത പ്രഭാഷണത്തിൽ തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളും ലോകത്തിന്റെ വെളിച്ചം. താൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ഉറച്ചു പറഞ്ഞതിന് ശേഷം പറയുന്നു, നിങ്ങളും അത് തന്നെയാണ്, നിങ്ങളും വെളിച്ചമാണ്. എന്തേ ഈ വെളിച്ചം ഇന്ന് ആരുടെയും ഇടയിൽ പ്രകാശിക്കാതെ പോകുന്നു? ഈ വെളിച്ചം എന്തേ നിന്റെ ജീവിത പങ്കാളി തിരിച്ചറിയാതെ പോകുന്നു? ഈ വെളിച്ചം എന്തേ നീ ജന്മം കൊടുത്ത മക്കൾ തിരിച്ചറിയാതെ പോകുന്നു? ഈ വെളിച്ചം എന്തേ പുരോഹിതന്മാരായ ഞങ്ങളിലൂടെ ഞങ്ങളുടെ ജനം തിരിച്ചറിയാതെ പോകുന്നു? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കേണ്ടതാണ്. പലപ്പോഴും ഈ വെളിച്ചം ശോഭിക്കുവാൻ കഴിയാതെ ഉയരങ്ങളിലേക്ക് ഒരു ശ്രമകരമായ തീർത്ഥാടനത്തിന് ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു തീർത്ഥാടനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തിങ്കളാഴ്ച. ഒരു വലിയ തീർത്ഥാടനമാണ് സഭയുടേത്. നോമ്പനുഷ്ഠാനം ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിലൂടെ വർജിക്കേണ്ടത് വർജിക്കുവാനും ആർജിക്കേണ്ടത് ആർജിക്കുവാനും കഴിയുന്ന ഒരു ആത്മീയ പ്രബുദ്ധത നാം ആർജിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആത്മീയ പ്രബുദ്ധതയോടുകൂടി നാം മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും മോശയ്ക്ക് മാത്രമല്ല തേജസ് ഉണ്ടാവുക, താബോറിൽ ക്രിസ്തു എപ്രകാരം തേജസ്കരിക്കപ്പെട്ടുവോ ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നമുക്കും എത്തിച്ചേരുവാനൊക്കെ വണ്ണം ഇടയാകും. അതിനാണ് നോമ്പനുഷ്ഠാനം. ഈ നോമ്പ് എന്താണ്? അത് ഒരു ക്രൈസ്തവ മതപാരമ്പര്യത്തിൽ മാത്രമുള്ള ഒന്നല്ല. വളരെ പൗരാണികമായിട്ടുള്ള എല്ലാ മത തത്വചിന്തകളിലും മതസംസ്കാരങ്ങളും ഒക്കെ കുലങ്കഷമായി പഠിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്യുമ്പോൾ എല്ലായിടവും ഈ നോമ്പും അതിൻ്റെ അർത്ഥതലങ്ങളും ഒക്കെ വളരെ ആഴമുള്ളതായിട്ട് ദർശിക്കേണ്ടൊക്കെ വണ്ണം ഇടയാകും. വിവിധ സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അനുഷ്ഠാനത്തിന്റെ ആഴവും അർത്ഥവ്യാപ്തിയും നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകും. ഭാരതീയ ചിന്ത, പ്രത്യേകിച്ച് അത് സംസ്കൃതത്തിൽ നിന്നാണ് അതിൻ്റെ മൂലപദം പോലും ഉടലെടുത്തിട്ടുള്ളത്. അവിടെ ഈ അനുഷ്ഠാനത്തിന് പറയുന്ന പദപ്രയോഗം ധ്യാനമെന്നാണ്. ഏക യോഗ ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒന്നു ചേർക്കുന്ന ധ്യാന പ്രക്രിയയാണ്. ഈശ്വരനുമായിട്ട് ഒന്നായിട്ട് ചേരുക, ഇതാണ് വാസ്തവത്തിൽ ഭാരതീയ ചിന്ത. അതുകൊണ്ടാണ് ധ്യാനത്തിന് ഭാരതീയ ചിന്ത കൊടുക്കുന്ന നിർവചനം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നത് നിർവിഷയ മന ധ്യാനം, മനസ്സിനെ വിഷയമുക്തമാക്കുന്നതാണ്. മനസ്സിനെ വിഷയമുക്തമാക്കുന്നതാണ്. ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സ് വല്ലാണ്ട് പല വിഷയങ്ങൾ കൊണ്ട് സമർത്ഥമാണ്. ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് തമ്പുരാന്റെ തങ്കത്തിരുമുഖം കാണുക എന്നുള്ളതൊന്നാണോ? അല്ല, എൻ്റെ മനസ്സെ എന്തൊക്കെയോ മതിക്കുന്നു, എന്തെല്ലോ വിഷയങ്ങൾ മതിക്കുന്നു. ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തുക, ഇതിനാ ഞാനും നിങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തുക. പലപ്പോഴും ഇവിടെ ഭാരതീയ ഹൈന്ദവ പ്രത്യേകിച്ച് സംസ്കൃത ഭാഷയിൽ നിന്ന് ഉടലെടുത്ത നോമ്പനുഷ്ഠാനത്തിന് തത്തുല്യമായ ധ്യാനം എന്ന ചിന്തയിലൂടെ ഉരുത്തിരിയുന്നത് മനസ്സിനെ നിർവിഷയമാക്കുക. നിർവിഷയ മന ധ്യാനം, മനസ്സിനെ വിഷയമുക്തമാക്കി തീർക്കുക. എല്ലാ ചിന്തകളും എല്ലാ വിഷയങ്ങളും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, മനസ്സിനെ മതിക്കുന്ന, മനസ്സിനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്ന, മനസ്സിനെ അലട്ടുന്ന, ദൈവികമായ ചിന്തയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന എല്ലാ പൈശാചികമായ ചിന്തകളിൽ നിന്നും, ലൗകിക ചിന്തകളിൽ നിന്നും, ഭോഗചിന്തകളിൽ നിന്നും ഒക്കെ മനസ്സ് മുക്തമാക്കി തീർക്കുക. ഇത് വളരെ ആഴമായ ഒരു പ്രക്രിയയിലൂടെ സ്വായത്തമാക്കേണ്ടതാണ്. കേവലം നാം ഇവിടെ വന്ന് അല്പസമയം ഇരുന്നു എന്നുള്ളത് കൊണ്ടോ മുട്ടുമടക്കി എന്നുള്ളത് കൊണ്ടോ അത് സാധ്യമായി തീരുകയില്ല. അതൊരു നിരന്തര പ്രക്രിയയിലൂടെയാണ്. അപ്പോഴേ മനസ്സിനെ എല്ലാ വിഷയത്തിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ്. വീണ്ടും നാം പൗരാണിക മതദർശനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഇതിന് തത്തുല്യമായ ഒരു പദപ്രയോഗം ജൈനമതത്തിലുണ്ട്. ജൈന സംസ്കാരത്തിലും ജൈന മതചിന്തയിലും അവിടെ സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത് അമ്പരവാസകാലം എന്നാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമെന്ന്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഭൗമികമായ മനുഷ്യന്റെ ആവശ്യമില്ലാത്ത എല്ലാ തൃഷ്ണയും മാറ്റിവെച്ച് അവൻ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ആധ്യാത്മികത കൊണ്ടും ഒക്കെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അനുഭവം. ഇതാണ് ജൈനമത ചിന്തയിൽ അമ്പരവാസകാലം എന്ന് പറയുന്നത്.
ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ തന്നെ ഭൗമികമായ കെട്ടുകൾക്കപ്പുറമായ ഒരു തലത്തിലേക്ക് അവന് ഉയരാനായിട്ട് സാധിക്കുക. ഇത് സന്യാസികൾക്കൊക്കെ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കും. ഇല്ല, നമുക്കൊക്കെ സാധ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്നാ പറയുന്നത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ആശങ്ക വർദ്ധിക്കുന്നത്, ആകുലതകൾ വർദ്ധിക്കുന്നത്, വല്ലാണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്, ഉറക്കം കെടുന്നതൊക്കെ ഭൗമിക ചിന്ത കൊണ്ടാണ്. എങ്ങനെ വെട്ടിപ്പിടിക്കണം, എങ്ങനെ ഉയർന്നു നിൽക്കണം, എങ്ങനെ എൻ്റെ കാര്യങ്ങൾ സാധിക്കണം, അതൊക്കെ ഭൂമിയിലെ കെട്ടുപാടുകളിൽ നിന്ന് വരുന്ന ആകുലതകളാണ്. എന്നാൽ ഈ ഭൗമികമായ കെട്ടുകളിൽ നിന്ന് മനസ്സ് മുക്തമാക്കിക്കൊണ്ട്, ചിന്തകൾ മുക്തമാക്കിക്കൊണ്ട് ഒന്ന് ഉയരാൻ സാധിക്കുക. ജൈനമത ചിന്തയിലെ സൂചന അതാണ്. അമ്പരവാസ കാലം എന്ന് അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗത്തിലൂടെ ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ഔന്നത്യത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു, ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അവന്റെ ചിന്ത, അവനെ മതിക്കുന്ന കാര്യങ്ങളൊക്കെ ആഴമായ ദർശനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുക. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് ഭൗതികമായിട്ടുള്ള കെട്ടുകൾക്കപ്പുറമായി ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഒരു പർവ്വതാരോഹണത്തിന്റെ പരമമായ ലക്ഷ്യം അതാണ്. അതൊരു പ്രതീകമാണ്. താഴ്വരയിൽ നിൽക്കുമ്പോൾ നമ്മെ അലുട്ടുന്ന ഒത്തിരി ചിന്തകളുണ്ട്. ക്രിസ്തു തേജസ്കരണത്തിന്റെ പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ താഴെ നിലവിളിയുടെ ശബ്ദമാണ്. അത് രോഗിയായിരിക്കുന്ന ഒരു മകന്റെ സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ്. അപ്പൊ താഴ്വര എപ്പോഴും സുഖലോലുപതയുടേതെന്ന് സൂചിപ്പിക്കുമ്പോഴും ഈ സുഖലോലുപത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഭയാനകമായ ചില ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങളുടേതാണ് താഴ്വര. അതുകൊണ്ട് ഈ ബന്ധനങ്ങൾ വിട്ട് ഉയരുവാൻ തക്കവണ്ണം ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് സാധിക്കുമ്പോഴാണ് നോമ്പനുഷ്ഠാനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ജൈനമത ചിന്തയിൽ അമ്പരവാസകാലം എന്ന് ഈ നോമ്പനുഷ്ഠാനത്തിന് സൂചിപ്പിക്കാറുള്ളത്. വീണ്ടും അത് ബുദ്ധമത ചിന്തയിലേക്ക് വരുമ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായ ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിക്കാറുണ്ട്. ബുദ്ധമത ചിന്തയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആശയ അടക്കകാലം. മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം അവന്റെ ആശയാണ്. ഈ ആശയെ അടക്കി ജീവിക്കുന്ന കാലമാണ് നോമ്പ് കാലം എന്ന് പറയുന്നത്. നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ഒത്തിരി ആശയമുണ്ട്. ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ നിരാശയുടെയും കാരണം ആശയാണെന്നാ പറയുന്നത്. സാധിക്കാതെ പോകുമ്പോൾ, ഇഷ്ടങ്ങളും ആശകളും സാധിക്കാതെ പോകുമ്പോൾ അത് നിരാശയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുക. ഈ നിരാശയാണ് മനുഷ്യനെ ആത്മീയതയിൽ നിന്നൊക്കെ പലപ്പോഴും അകറ്റിക്കളയാനിടയാവുക. അതുകൊണ്ട് ഈ ആശ സ്വയം അടക്കാൻ സാധിക്കുക. ഈ നോമ്പിൽ നമുക്ക് ആവശ്യമതാ. ഇഷ്ടഭക്ഷണങ്ങൾ അത് മാറ്റാൻ സാധിക്കുന്നു. ആ ഭക്ഷണങ്ങളോടുള്ള ആശ, ലൗകികമായ ആസക്തിയിലുള്ള ആശ, ഇതൊക്കെ അടക്കി ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. ലൗകികമായ ഭോഗചിന്തകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാനുള്ളൊരു കാലഘട്ടം. കൂടുതൽ അതിലപ്പുറം ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള സന്ദർഭം. അതുകൊണ്ടാണ് ബുദ്ധമത ചിന്തയിൽ ആ പദപ്രയോഗം നടത്തുന്നത്. ആശയടക്ക കാലം. ആശകൾ, ഇഷ്ടങ്ങൾ, മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ അടക്കി കഴിയുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നോമ്പിന് തത്തുല്യമായ ഒരു പദപ്രയോഗം എന്ന നിലയിൽ ബുദ്ധമതത്തിന്റെ ശൈലിയിലും ഭാഷയിലും അതിന്റെ സംസ്കാരത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം പൗരസ്ത്യ ദർശനമാണ്. ഈ പൗരസ്ത്യ ദർശനത്തിൽ നിന്ന് പാശ്ചാത്യ ദർശനത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് കുറച്ചുകൂടെ ലൗകികമായ ഒരു ശൈലിയാണ്. അവിടെ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഫാസ്റ്റിംഗ് എന്നാണ്. പലപ്പോഴും ഫാസ്റ്റിംഗ് എന്നത് ഭക്ഷണങ്ങൾ ചിലതൊക്കെ വർജിക്കുക. ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ വിദേശങ്ങളിലാണ് ഒരു ടൈം വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ പള്ളിയിലെ കുഞ്ഞുങ്ങൾ പറയും, ഞാൻ ഈ നോമ്പിൽ ഫാദറെ ചോക്ലേറ്റ് കളയാം. ചോക്ലേറ്റ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അവർ ഇറച്ചിയോ മീനോ വർജിക്കുന്നതിനെക്കാട്ടിൽ അവർ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മാറ്റിവെക്കുക, അല്ലെങ്കിൽ സമൃദ്ധമായ ഭക്ഷണങ്ങൾ മാറ്റി കുറച്ചുകൂടെ ലാളിത്യമുള്ള ഒരു ഭക്ഷണത്തിലേക്ക്. അതൊരു പൗരസ്ത്യ ദർശനത്തിന്റെ ഭാഗമല്ല. അല്പം കൂടെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന, ഏറ്റവും ഇഷ്ടമുള്ളത് എന്തോ അതൊന്ന് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ സമൃദ്ധിയുടെ ശൈലി വിട്ട് അല്പം കൂടെ ലാളിത്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൗരസ്ത്യ ആധ്യാത്മിക ദർശനത്തിലുള്ള ആഴമായ ചിന്ത അവിടെ വരുന്നില്ല, ഫാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, ഉദരം അല്ലെങ്കിൽ വായ ഭക്ഷണം വെടിയുകയും
നിന്റെ ഉള്ളിൽ വഞ്ചന നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നീ നോക്കുന്ന വ്രതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നീ 3 വട്ടം പ്രാർത്ഥിക്കുകയും രഹസ്യത്തിൽ നിന്റെ സഹോദരനോട് ക്രൂരമായി നീ ഇടപെടുകയും ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല എന്ന് പറയും. കേവലം മധുര വ്യായാമമോ ഭക്ഷണവർജനമോ മാത്രമാകുന്നില്ല പൗരസ്ത്യാധ്യാത്മികതയുടെ നോമ്പനുഷ്ഠാനത്തിന്റെ കാതലായ മർമ്മം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് എന്ന പദപ്രയോഗം അത് അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല നോമ്പനുഷ്ഠാനത്തിൽ. രണ്ടായാലും പാശ്ചാത്യ ആധ്യാത്മിക ശൈലിയിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള ചില നിഷ്ഠയും ചിട്ടയും എന്നുള്ളതിൽ ഉപരിയായി ഒരാഴമായ ആത്മീയതയിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നുവോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് ഇന്ന് നാം അനുഷ്ഠിക്കുന്ന നോമ്പിന് ലത്തീൻ പദത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ ലെൻഡ് എന്ന പദപ്രയോഗം വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നോമ്പിന് ലെൻഡ് എന്നാണ് പറയുന്നത്. ഇത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ബേസിക് എറ്റിമോളജി അവിടെയാണ്, ആ മൂലപദം അവിടെയാണ്, ലത്തീൻ ഭാഷയിലാണ്, ലാറ്റിൻ. ഈ ഭാഷയിൽ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പ് എന്നാണ്. വാസ്തവത്തിൽ ഒരു പ്രിപ്പറേഷൻ എന്നാണ്. എന്തിനു വേണ്ടി പ്രിപ്പറേഷൻ? നോമ്പ് കാലം ഒരു പ്രിപ്പറേഷനാണ്. നമുക്കറിയാം 40 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പനുഷ്ഠാനം അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല. എപ്പോഴത് പൂർണ്ണമാകുന്നത്? ഉദ്ധിതനായ ക്രിസ്തു ഉള്ളിലേക്ക് വരുന്ന പെരുന്നാളിലേക്കുള്ള, തമ്പുരാന്റെ പുനരുത്ഥാന പെരുന്നാളിലേക്കുള്ള ഒരു ഒരുക്കമാണ് നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ടൊരു പ്രിപ്പറേഷനാണ്. വീണ്ടും അതിന് മറ്റു പദപ്രയോഗങ്ങളും പറയാറുണ്ട്. സെപ്പറേഷൻ എന്നും പറയാറുണ്ട്. നാം എന്തൊന്നിൽ ഒന്ന് വ്യാപരിച്ചു വന്നോ അതിൽ നിന്നൊരു വേറിട്ട വഴിയിലേക്ക്. തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ ജീവിതശൈലി വ്യത്യാസമാണ്, നമ്മുടെ ഭക്ഷണക്രമം വ്യത്യാസമാണ്, നമ്മുടെ അനുദിന ജീവിതത്തിന്റെ റൊട്ടീൻ വ്യത്യാസപ്പെടുകയാണ്, ദേവാലയങ്ങളിലെ അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസപ്പെടുകയാണ്. അതങ്ങോട്ട് പകുതി കഴിയുമ്പോഴത്തേ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുകയാണ്. കുമ്പിടലിന്റെയും ദണ്ഡ നമസ്കാരത്തിന്റെയും ദൈവസന്നിധിയിലുള്ള നിലവിളിയുടെയും ഒക്കെ ദിനങ്ങളായിട്ട് മാറുകയാണ്. ആത്മതപനത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഒക്കെ ദിനങ്ങളായിട്ട് മാറുകയാണ്. ഒരു വലിയ വലിയ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്, ഒരു വലിയ പ്രിപ്പറേഷനാണ്. പക്ഷെ ഇന്ന് ആധുനിക സഭയിൽ ഈ ദിവസങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്തിന് ദുഃഖവെള്ളിയാഴ്ച പോലും വ്യത്യാസമുണ്ടാകുമോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട് പലപ്പോഴും. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ വ്യഗ്രതയിൽ അങ്ങ് നെട്ടോട്ടം ഓടുമ്പോൾ പലപ്പോഴും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആധ്യാത്മികതയുടെ മർമ്മവും ഒക്കെ ഒരുപക്ഷെ വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് തന്റെ മുമ്പിൽ കാണുന്ന കടുത്ത നിഴലിനെ കണ്ടുകൊണ്ട്, കരിവാളിച്ച നിഴല് കണ്ട് അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യന്റെ ചിത്രമായി നിസായിലെ ഗ്രിഗോറിയോസ് വരച്ചു കാട്ടിയത് ഇന്നും അർത്ഥപൂർണമാവുകയാണ്. അതുകൊണ്ട് നോമ്പിന്റെ അനുഷ്ഠാനം ലത്തീൻ ഭാഷയിലെ മൂലഭാഷയിൽ നിന്ന് രൂപപ്പെടുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഒരു പ്രിപ്പറേഷന്റെ കാലഘട്ടമാണ്, ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. അവിടെ ഒരു സെപ്പറേഷനാണ്, ഒരു മാറ്റമാണ്. ഇതുവരെ പിന്നിട്ട വഴികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക്, ഒരു ഡൈവേർഷനാണ്, ഒരു മാറ്റമാണ്. അവിടെ ചില നിബന്ധനകൾ ആവശ്യമാണ്, നിഷ്കർഷകൾ ആവശ്യമാണ്, അവിടെ ചില ഡിസിപ്ലിൻ ആവശ്യമാണ്, ചിട്ടവട്ടങ്ങൾ ആവശ്യമാണ്. ഭക്ഷണ ശൈലിയിൽ വ്യത്യാസമുണ്ട്, ജീവിതചര്യയിൽ വ്യത്യാസമുണ്ടാവണം, ഇടപെടലിൽ വ്യത്യാസമുണ്ടാവണം, മനോഭാവത്തിന് മാറ്റം വരാൻ തക്കവണ്ണം ഇടയാവണം. അവിടെയാണ് വാസ്തവത്തിൽ നോമ്പ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. ഈ പദമാണ് വീണ്ടും നമുക്ക് സുറിയാനിയിലേക്ക് വരുമ്പോഴേക്ക് കുറെ കൂടെ ആഴമായൊരു ദർശനമായി എത്തിച്ചേരുക. സുറിയാനിയിൽ നോമ്പ് എന്ന പദത്തിന് വളരെ ആഴമാണ്. നോമ്പ് നാം പിരിച്ചെടുക്കുമ്പോൾ അതിന്റെ പദത്തിന്റെ ആഴം തന്നെ, പദവിന്യാസം തന്നെ വ്യത്യസ്തമാണ്. 2 പദങ്ങളുടെ സംയോജനമാണ് നോമ്പെന്ന് പറയുന്നത്. നൊയ് അൻപ് എന്നാണ്. നൊയ് എന്ന് പറഞ്ഞാൽ എന്താ? നൊയ് എന്ന് പറഞ്ഞാൽ സഹനമെന്നാണ്, സഹനമാണ്. അൻപ് എന്ന് പറഞ്ഞാൽ ആർദ്രതയെന്നോ കാരുണ്യമെന്നോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ക്രിസ്തു ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അത് സ്നേഹമെന്നാണ്. അതുകൊണ്ട് നൊയ് അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയുള്ള സഹനം. തമ്പുരാൻ എപ്പോഴും കാണിച്ചത് സ്നേഹത്തോടുകൂടിയുള്ള സഹന. തന്നെ ഉപദ്രവിച്ചപ്പോഴും താൻ സ്നേഹത്തോടു കൂടി അത് സഹിച്ചത്, അല്ല പിറുപിറുപ്പില്ലായിരുന്നു അവിടെ. അല്ലെ ഉപദ്രവിച്ചവരെ ശപിക്കുവാനായിട്ട് ശ്രമിച്ചില്ല അവിടെ. അതുകൊണ്ട് ആ സ്നേഹത്തോടുകൂടിയുള്ള സഹനം എന്ന് പറയുന്നത്. അവിടെയും അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത്.
അപ്പൊ നോമ്പിന്റെ ആഴമായ ഒരു അർത്ഥതലമാണ് സ്നേഹത്തോടു കൂടിയുള്ള സഹനം. ഞാൻ ഭക്ഷണം വർജിക്കുമ്പോൾ അത് ആർക്കാണ്ടും വേണ്ടിയല്ല, അത് സ്നേഹത്തോടു കൂടിയുള്ള സഹനമാണ്. ഞാൻ ദണ്ഡനമസ്കാരം ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടു കൂടിയുള്ള സഹനമാണ്. ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ ഈ നോമ്പുകാലത്ത് അശരണർക്ക് വേണ്ടി പങ്കിടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നഷ്ടമാകുന്നു എന്നുള്ള ചിന്തയോടുകൂടിയല്ല, സ്നേഹത്തോടു കൂടിയുള്ള സഹനമാണ്. അത് നഷ്ടപ്പെടുമ്പോഴും അതിലൂടെ അപ്പുറമായി എനിക്ക് എൻ്റെ സ്നേഹം സഹജീവികളിലേക്ക് ഞാൻ ഒഴുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പിന് വളരെ വിശാലമായ, വളരെ ആഴമായ, വളരെ ഗഹനമായ അർത്ഥതലമാണ് നമ്മുടെ സഭാപിതാക്കന്മാർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അനുഗ്രഹകരമായ ചിന്ത നമ്മെ ഭരിക്കാറുണ്ടോ? ആഡംബരങ്ങളും ഭൗതിക ആസക്തികളും ഒക്കെ വെടിഞ്ഞ് ഈ ആഴമായ ഒരു തലത്തിലേക്ക് സ്നേഹത്തോടു കൂടിയുള്ള ഒരു സഹനത്തിന് ഞാൻ തയ്യാറാകുമോ? നമ്മൾ പലപ്പോഴും സഹനം ചെയ്യാറുണ്ട്. പല സ്ത്രീകളും കുടുംബങ്ങളിലൊക്കെ ഒത്തിരി സഹിക്കുന്നവരാണ്. പക്ഷെ ഈ സഹനത്തിന്റെ പിന്നിൽ പലപ്പോഴും പിറുപിറുപ്പുണ്ടാകാറുണ്ട്. പിറുപിറുപ്പോടെയുള്ള സഹനം അത് ദൈവികമല്ല, അത് ക്രിസ്തീയമല്ല. നോമ്പനുഷ്ഠിക്കുമ്പോൾ അത് സഹനം സ്നേഹത്തോടു കൂടിയാണ്. എന്നെ ഒരാൾ ബോധപൂർവ്വം ഉപദ്രവിച്ചോട്ടെ, ആ ഉപദ്രവത്തിന്റെ പിന്നിൽ എനിക്ക് സഹിക്കുമ്പോൾ എൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സഹനം ആയിത്തീരാൻ സാധിക്കുമോ? അവിടെ നിനക്ക് ഫലം കിട്ടാൻ തക്കവണ്ണം ഇടയാകും. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോഴും താൻ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് സ്വർഗീയ ദർശനം അവനുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു ഭീകര മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടുകയും കല്ലേറിന്റെ ക്രൂരമുനകൾ തന്റെ ശരീരത്ത് മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്റെ മുമ്പിൽ ഭീകര ചിത്രങ്ങൾ തിരിയേണ്ട സമയമാണ്. പക്ഷെ അത് സ്നേഹത്തോടെ സഹിച്ചപ്പോൾ ദൈവദർശനമാണ്. പിതാവാം ദൈവം എഴുന്നള്ളിയിരിക്കുന്നു, വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്നു. എത്ര മഹത്തരമായ കാഴ്ച! അപ്പൊ സ്നേഹത്തിന്റെ സഹനത്തിന് മാത്രമേ ദിവ്യ ദർശനം നമുക്കുണ്ടാവുകയുള്ളൂ. ഈ നോമ്പ് സ്നേഹത്തിന്റെ സഹനമാണ്, സ്നേഹത്തിന്റെ അനുഭവമായിട്ട് തീരേണ്ടക്കവണ്ണവിടെയാണ്. ഈ അനുഷ്ഠാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൗരസ്ത്യ ദർശനമാണ് ഇസ്ലാമിക ചിന്തയിലുമുള്ളത്, നമുക്കറിയാം. അവിടെ പക്ഷെ ഉപയോഗിക്കുന്ന ഒരു പദം വ്യത്യസ്തമാണ്. അവിടെ നോമ്പെന്നോ ധ്യാനമെന്നോ ഉപവാസമെന്നോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. എന്താ അവിടെ ഉപയോഗിക്കുന്നത്? വ്രതമെന്നാണ് വാസ്തവത്തിൽ. വ്രതമെന്നാണ് വാസ്തവത്തിൽ അവരുപയോഗിക്കുക. കുറച്ചുകൂടെ ആഴമായിട്ടുള്ള ഈ വ്രതത്തിന്റെ പ്രത്യേകത ആ മതചിന്തയിൽ അവർക്കറിയാം. ദൈവവും മനുഷ്യനും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. ദൈവവും മനുഷ്യനും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ഈ കോൺട്രാക്റ്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്ക് മാത്രമാണ്? മനുഷ്യനും ദൈവത്തിനും. അവർക്ക് രണ്ടും കൂടാ, മറ്റാർക്കും ഇതിന് മീഡിയേറ്റർഷിപ്പ് ഇല്ല. എന്തെങ്കിലും ലംഘിച്ചാൽ അതിന് ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കുക, തെറ്റ് ചെയ്താൽ ദൈവത്തിന്റെ മുമ്പിൽ അവൻ പ്രായശ്ചിത്തം ചെയ്യുക. ഒരു കോൺട്രാക്റ്റാണ്. ഒരുപക്ഷെ ദീർഘമായ സമയങ്ങൾ സൂര്യനുദിച്ചാൽ അസ്തമയം വരെ ഉമിനീര് പോലും ഇറക്കാതെ അവർ ഭക്ഷണം വെടിഞ്ഞുകൊണ്ട്, പാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് നോമ്പനുഷ്ഠാനം നടത്തുമ്പോൾ അതിന് മറ്റൊരു തലമാണ് വ്രതം എന്നുള്ള നിലയിൽ. ഈ ദൈവമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അവിടെ വളരെ ശക്തമായി അവർ സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മത സംസ്കാരങ്ങളിലെല്ലാം, പൗരാണിക പുരാതന മതചിന്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഗ്രഹീത നടപടിക്രമമാണ് ഈ നോമ്പനുഷ്ഠാനം എന്നുള്ളത്. ഈ ചിന്തകളിലൂടെ ഒക്കെ നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ കണ്ടെത്തിയൊരു സത്യമുണ്ട്. ആ സത്യം ഒന്നാണ്. എന്താ? ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയുടെ കെട്ടുകളിൽ നിന്ന് വിട്ട് ഒരു ഉയരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ശ്രമം. ഒരു വസ്തു ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ എന്താ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത്? അതിന്റെ ഭാരം കുറയ്ക്കണം. ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ജീവിതത്തിന്റെ വേണ്ടാത്ത ഭാരങ്ങളൊക്കെ ഒത്തിരി വെച്ച് കിട്ടിക്കൊണ്ട് ഞാൻ നിങ്ങളൊക്കെ നടത്തുന്നു. അതുകൊണ്ട് ഈ ഭാരങ്ങളെ ഒന്ന് കുറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാവണം. ഭക്ഷണവർജനവും ഒക്കെ അതിന്റെ ഭാഗമാണ്. നിഷ്ഠകളും ചിട്ടകളും ഒക്കെ നമ്മെ തന്നെ അടിച്ചേൽപ്പിക്കുന്നതും ശിക്ഷണത്തിന് വിധേയമാക്കുന്നതും ഈ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഭാരം കുറച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ആത്മാവിന്റെ ശക്തമായ ഒരു മുന്നേറ്റമാണ് ഈ നോമ്പിലൂടെ. അത് ആരുടെയും ഉദ്ധണ്ണിപ്പിന് വിധേയമാക്കിക്കൊണ്ടല്ല, സഭയുടെ നിർബന്ധമല്ല, ആത്മീയ പിതാക്കളുടെ നിർബന്ധമല്ല. അതിനപ്പുറമായി എൻ്റെ ഇഷ്ടത്തോടു കൂടിയ, സ്നേഹത്തോടു കൂടിയ ഒരു സഹനത്തിനായിട്ട് ഞാൻ മുതിരുമോ? ഇത് അടിസ്ഥാനപരമായ ചോദ്യമാണ്.
അതുകൊണ്ട് സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ച് നോമ്പിന്റെ പ്രാരംഭത്തിലും കഷ്ടാനുഭവത്തിന്റെ പ്രാരംഭത്തിലും ഒക്കെ പറയും, ഈ പുണ്യവും പരിശുദ്ധവുമായ നോമ്പെ സമാധാനത്തോടെ വരിക എന്ന് പറയാൻ കാണും. അത് സമാധാനത്തോടെ വരിക. കഷ്ടാനുഭവ നാളുകളിലും പറയാറുണ്ട്, തമ്പുരാന്റെ വിശുദ്ധവും അനുഗ്രഹീതവുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക, ഇതിനെ സ്വാഗതം ചെയ്യുക. ഇതാരും ആരിലേക്കും അടിച്ചേൽപ്പിക്കുന്നൊന്നല്ല, ഞാൻ തന്നെ സ്വാഗതം ചെയ്യണം. അതെന്റെ ശുദ്ധ മനസാക്ഷിയോടെ ആവണം, എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം, എൻ്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിരിക്കണം. അല്ലാണ്ട് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കപ്പെടുന്ന നോമ്പുകൾക്കൊന്നും ഫലസിദ്ധി ഉണ്ടാവില്ല. നമ്മെ തന്നെ ആത്മീയതയിലേക്ക് ഉയർത്തുന്ന അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമായി തീരുന്ന ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ടാണ് ഉപവാസത്തിനുള്ള പദപ്രയോഗം, ഉപവാസം എന്ന് പറയുന്നത് കൂടെ വസിക്കുക എന്നാണ്. കൂടെ വസിക്കുക, ആരോടൊപ്പം വസിക്കുക? ക്രിസ്തുവിനോടൊപ്പം, ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവമാണ് കൂടെ വസിക്കുക. നാം ഭൂമിയിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, ജന്മം തന്ന മാതാപിതാക്കളോട്, അല്ലെ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ ഞാൻ വസിക്കുമ്പോഴും അതിനപ്പുറമായ ഒരു ബന്ധത്തിലേക്ക് ഞാൻ ഉയരുകയാണ്. അതെന്റെ ക്രിസ്തുവിനോടുള്ള വാസത്തിന് വേണ്ടി, ദൈവത്തോടുള്ള വാസത്തിന് വേണ്ടി. അപ്പൊ ക്രിസ്തുവിനോടൊപ്പമായി തീരുന്നൊരനുഭവം എത്ര സന്തോഷമാണത്, എത്ര നന്മയാണത്, എത്ര ശ്രേഷ്ഠമാണത്. അത് നമുക്ക് സാധിച്ചെടുക്കുവാൻ തക്കവണ്ണമാണ് ഈ പരിശുദ്ധ നോമ്പിന്റെ അനുഷ്ഠാനങ്ങൾ നമുക്കിടയായി തീരേണ്ടത്. കേവലം 50 നാളുകൾ നീണ്ടു നിൽക്കുന്ന ചില ഭക്ഷണ വർജനത്തിന്റെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികളുടെയോ, തിങ്കളാഴ്ച തൊട്ട് പ്രാർത്ഥനകളുടെ ശൈലികൾ പോലും മാറുകയാണ്. സാധാരണ നമസ്കരിച്ചു വരുന്ന നമസ്കാര ശുശ്രൂഷകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുകയാണ്. ഗീതങ്ങൾ വ്യത്യസ്തമാകുകയാണ്. എല്ലാ പാട്ടുകളിലും പ്രാർത്ഥനകളിലും അനുതാപത്തിന്റെയും കണ്ണുനീരിന്റെയും ഒക്കെ ശക്തമായ ഒരു പ്രതിധ്വനിയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വീണുപോയ മാനവ സൃഷ്ടിയെ ദൈവം തമ്പുരാൻ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർത്തുന്ന ഒരു വലിയ പ്രക്രിയ നടക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് സ്വയം ഒരുങ്ങി അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുമോ? വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്ന ഒത്തിരി ഒത്തിരി ഉപവാസങ്ങളും നോമ്പനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരുപോലെ കാണാൻ തക്കവണ്ണം സാധിക്കും. മനുഷ്യനെ ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ ആക്കുമ്പോൾ തന്നെ നാം കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താ? അവന് സർവ്വസ്വാതന്ത്ര്യമല്ല അവിടെ കൊടുക്കുന്നത്. ഒരു കാര്യത്തിൽ അവൻ ചില ഡിസിപ്ലിന് വിധേയമാകണമെന്ന് തമ്പുരാൻ നിഷ്കർഷിച്ചിരുന്നു. അവനോട് നിർബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അരുത് എന്ന് പറഞ്ഞിരുന്നു. എന്താ? നടുവിൽ നിൽക്കുന്ന വൃക്ഷം, അതിന്റെ ഫലം. ഇത് വലിയൊരു നോമ്പിന്റെ ഒരു അനുഗ്രഹീതമായ തലമാണ്. ഒരു വിശുദ്ധ നോമ്പിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ചില അരുതുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് മനുഷ്യൻ അരുത് എന്ന് പറയുന്നതാണ് നിർബന്ധമായിട്ട് ചെയ്യുക. ഒരുപക്ഷെ ചെയ്യാൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ട് അരുതുകളെ ലംഘിക്കുന്ന മനുഷ്യന്റെ പ്രവണതയാണ് ഇന്ന് എവിടെയും കാണുക. പറുദീസയിലെ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെട്ടുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഈ നോമ്പ് ലംഘിക്കുന്നതാണ് അവിടെ കാരണം. നമ്മെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിന്റെ ജീവിത പറുദീസയിലൊക്കെ ആക്കിയിരിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില അരുതുകൾ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഈ അരുതുകളും അതിരുകളും ഒക്കെ ലംഘിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് ദുഷ്കരമായിട്ട് തീരുക, പ്രതികൂലങ്ങളായിട്ട് തീരുക, പ്രതിസന്ധികളായിട്ട് പരിണമിക്കുക. അതുകൊണ്ട് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ഈ തമ്പുരാന്റെ നിഷ്ഠയും ചിട്ടയും അരുതുകളും അതിരുകളും പാലിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അവിടെ പ്രലോഭകൻ അടുത്തു വരികയാണ്. ദൈവം തമ്പുരാൻ ഒരു നോമ്പ് അവിടെ കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ലംഘിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഉൾപ്രേരണയുമായി, ഒരു ബാഹ്യ പ്രേരണയുമായി, ഒരു ആന്തരിക ശക്തിയായി ഒക്കെ അവിടെ ശക്തമായി കടന്നു വരുന്ന ഒരു സാത്താന്റെ ചിത്രം കാണാൻ സാധിക്കും. ഇത് ഇന്നും വ്യക്തമാണ്. ഒരുപക്ഷെ എത്ര ചിട്ടയോടും അടുക്കോടും കൂടെ നോമ്പനുഷ്ഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പോവുക. 1, 2, 3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ അത് നേരം പുലരുന്നതിന് മുമ്പ് വയറ്റിലൊരു എരിച്ചിലായിട്ടായിരിക്കും കടന്നു വരിക. അല്പം ചൂടുവെള്ളം കുടിച്ചോണ്ട് കുഴപ്പമില്ല, അതൊരു പക്ഷെ ഒരു ചായയിലേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല, അതിനോടൊപ്പം ഒരു 2 ബിസ്ക്കറ്റ് ചൂടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഈ ഭക്ഷണം മാത്രമല്ലല്ലോ നമ്മൾ അങ്ങനെ അവിടെയും പറയുന്നത് അല്ലേ. സാത്താന്റെ പ്രലോഭനത്തിന്റെ ശൈലി വളരെ വ്യത്യസ്തമാണ്. സാത്താൻ ഏറ്റവും പുതിയ സ്ട്രാറ്റജിയാണ് എപ്പോഴും ഉപയോഗിക്കുക. സാത്താൻ ആരോടും പറയത്തില്ല ദേവാലയത്തിൽ പോകരുതെന്നോ ദൈവം ഇല്ലെന്നോ ഒന്നും സാത്താൻ പറയാറില്ല. കാരണം അതിൽ പരം മണ്ടത്തറിയില്ലല്ലോ, അതാരും വിശ്വസിക്കുകയില്ല.
പക്ഷെ സാത്താൻ വളരെ നിഷ്ഠയോടുകൂടി പുതിയ സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് പലപ്പോഴും സാത്താൻ നടത്തുക. ഇപ്പൊ ഇത്ര ധൃതി വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ സാധിക്കാൻ, അല്ലേ? പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇത്ര കാലത്തെ കൂട്ടി അങ്ങോട്ട് പോയിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഇത്രയും ചെറുപ്പമൊക്കെ അല്ലേ, ഇപ്പൊ നോമ്പൊക്കെ അനുഷ്ഠിക്കണോ? കുറച്ചുകൂടെ ഒക്കെ പ്രായമാവട്ടില്ലേ? ഈ 50 ദിവസം നോക്കണമെന്നുണ്ടോ? നിങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഒരു കുറച്ചുകൂടെ കഴിഞ്ഞു പോരെ? ഇങ്ങനെയൊക്കെയാ സാത്താൻ നമ്മുടെ മുമ്പിൽ പ്രേരണ ചെലുത്തുക. അതൊക്കെ സന്യാസിമാരോ ആശ്രമത്തിൽ താമസിക്കുന്നവരോ അച്ഛന്മാരോ മെത്രാച്ചന്മാരോ ഒക്കെ നോക്കട്ടെ. നമുക്കൊരു പകുതി കഴിഞ്ഞിട്ടാവാം, ഇല്ലേ? ഈ പകുതി കഴിയുമ്പോ പിന്നെയും കുറച്ചുകൂടി വീണ്ടും പിറ വരും. എന്തിനാ ഈ 15 പകുതിയാക്കുന്നത്? ഹോശാന കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെ 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടാവട്ടില്ലേ? അവസാനം എന്തിന് ദുഃഖ വെള്ളിയാഴ്ച പോലും നമുക്ക് വീണ്ടും വണ്ണം നിഷ്ഠയോടും ചിട്ടയോടും ഈ നോമ്പിന്റെ അനുഷ്ഠാനത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ദുസ്ഥിതി പലപ്പോഴും നമ്മളിൽ ഉണ്ടാവുകയാണ്. ഇത് സാത്താന്റെ പ്രേരണയാണ്, സാത്താന്റെ ടെംപ്റ്റേഷനാണിത്. ആദമിന്റെ ഹവ്വയുടെ അടുത്ത് സമീപിച്ചത് അവളോട് പറയുന്നത്, കാണാൻ ഭംഗിയുള്ളതും ഒക്കെ കാട്ടിക്കൊടുക്കുകയാണ്. തമ്പുരാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴും അവരാ വിശ്വാസം പറയുന്നുണ്ട്, ഇത് ഞങ്ങളോട് നിഷ്കർഷിച്ചിട്ടുള്ളതാ. അപ്പോഴും അതിനെ വീറ്റോ ചെയ്തുകൊണ്ട് അതിനെ മാറ്റി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയാണ് ഇവിടെ സാത്താൻ മുൻപോട്ട് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പനുഷ്ഠാനത്തിൽ ഈ ഒരു കെണി പലപ്പോഴും ഉണ്ട്. നോമ്പനുഷ്ഠാനത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ ഒരുമ്പെടുമ്പോൾ നമ്മളെ പിന്നിലേക്ക് വലിച്ചഴയ്ക്കുന്ന, അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന, അകറ്റി നിർത്തുന്ന പൈശാചികമായ ചില കെണികളും തന്ത്രങ്ങളുടെയും അപകടകരമായ ഒരു കെണി നമ്മുടെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ ഏദൻ തോട്ടത്തിൽ തന്നെ പറുദീസയുടെ എല്ലാ മഹത്വവും എല്ലാ ഉത്കൃഷ്ടതയും സന്തോഷവും നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവിടുത്തെ നോമ്പിന്റെ ലംഘനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമൃദ്ധിയും സന്തോഷവും നന്മയും ഒക്കെ കെടുത്തിക്കളയുവാൻ പലപ്പോഴും ഇടയാകുന്നത് നോമ്പാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാണ്. വീണ്ടും പഴയ നിയമത്തിലൂടെ നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ നോമ്പ് അനുഷ്ഠിച്ചു എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പ്രായശ്ചിത്തമായി, ദൈവത്തിന്റെ നന്മ ലഭിക്കുന്നതിനായി, സന്താനഭാഗ്യം ലഭിക്കുന്നതിനായിട്ടൊക്കെ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെ വളരെ ശ്രേഷ്ഠമായൊരു നോമ്പനുഷ്ഠാനം പ്രത്യേകിച്ച് മോശയുടെ ജീവിതത്തിലാണ് നാം കാണുന്നത്. എവിടെയാണ് മോശ വളർന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. തന്റെ ജനനവും താൻ വെള്ളത്തിൽ ഒഴുക്കിക്കളയപ്പെടുന്നതും ആ ഒഴുക്ക് നീരിൽ നിന്ന് തിരിച്ചു പിടിക്കപ്പെടുന്നതും തന്റെ മാതാവിന്റെയും സഹോദരി മിര്യാമിന്റെയും സഹായത്തോടെ ഫറവോന്റെ കൊട്ടാരത്തിൽ അവരെത്തിച്ചേരുന്നതും അവിടെ ബാല്യവും യൗവനവും വളരുന്നതും, എന്നാൽ അവിടെ വെച്ച് തന്നെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് തന്റെ കൂടപ്പുറപ്പുകളും തന്റെ രക്തവും മാംസവുമായ ജനതയുടെ സമുദ്ധാരണത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെടുന്നതും, ആ യൗവനത്തിന്റെ ചൊരത്തിളപ്പിൽ തന്റെ ജനമായ എബ്രായനെ കൊല്ലുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത് കണ്ട് മനസ്സ് നൊന്നിട്ട് ശത്രുവായിരുന്ന ഈജിപ്ഷ്യനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. ഇതൊക്കെ പിന്നാമ്പുറത്ത് മോശയുടെ പ്രാരംഭകാലത്തിന്റെ ചിത്രമാണ്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മോശയുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായിട്ട് തീരുകയാണ്. ദൈവത്തോട് അവൻ അടുത്തു വരുമ്പോൾ, ഒരു ദൈവികമായിട്ടുള്ള ഒരു പുനഃസൃഷ്ടിയായിട്ട് അവൻ രൂപാന്തരപ്പെടുമ്പോൾ അത് നാം കാണുന്നുണ്ട്. ഈ മിദ്യാനെ കൊന്നിട്ട് വാസ്തവത്തിൽ താൻ ഒളിച്ചോടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. ഹാഗാർ തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ നിവൃത്തിയില്ലാതെ ഓടിയ വഴിയിലൂടെ മോശ ഓടേണ്ടി വന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. പിന്നീട് യത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഊടാടി സഞ്ചരിക്കേണ്ടി വന്നത് മോശയുടെ ജീവിതത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇതൊക്കെ ഒരു വ്രതാനുഷ്ഠാനത്തിന്റെയും നോമ്പനുഷ്ഠാനത്തിന്റെയും ഒരുക്കത്തിന്റെയും കാലഘട്ടമായിരുന്നു. കാരണം ദൈവം ഒരു വലിയ പദ്ധതിക്കായി എന്നെ നിങ്ങളെ ഒരുക്കുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ മരുഭൂമിയിലൂടെ വെള്ളമില്ലാതെ ഒക്കെ ഓടി നടക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ ജനതയെ കനാൻ നാട്ടിലേക്ക് ആനയിക്കുവാൻ യഹോവയായ ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു തലത്തിലൂടെ ഒക്കെ പോകേണ്ടത് അനിവാര്യമാണ്. കാരണം മരുഭൂമിയുടെ രസതന്ത്രം ഒരിക്കലും പരിചയമില്ലാതെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഭോഗാസക്തിയിലും ലൗകിക ആസക്തിയിലും സന്തോഷത്തിലും ഒക്കെ ജീവിച്ചിരുന്ന മോശയെ സംബന്ധിച്ച് ഇതൊക്കെ പരിചിതമില്ല. കാലാവസ്ഥ പരിചിതമില്ല, അവിടുത്തെ ഭൂപ്രകൃതി പരിചയമില്ല, അവിടുത്തെ ഭൂമിശാസ്ത്രം പരിചയമില്ല. അപ്പൊ ദൈവം അവനെ ഒരുക്കുകയാണ്. ആ ഒരുക്കം ഒരു നോമ്പനുഷ്ഠാനമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വ്രതാനുഷ്ഠാനമാണ്. ആ വ്രതാനുഷ്ഠാനത്തിന്റെ രണ്ട് നാഴികക്കല്ല് നമുക്ക് കാണാൻ സാധിക്കും.
ഒന്നാമത്തെ നാഴികക്കല്ല് ഈ ജനതയെ വിടുവിക്കുന്നതിന് വേണ്ടി 40 രാവും 40 പകലും മോശ നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുന്നു. ദൈവിക ദർശനത്തിനു വേണ്ടി 40 രാവും 40 പകലും നോമ്പനുഷ്ഠിച്ചിട്ടാണ് ഒരു വലിയ ദൗത്യം താൻ ഏറ്റെടുക്കുവാൻ. അന്നത്തെ ലോകരാഷ്ട്രത്തിൽ ഏറ്റവും ശക്തരായ ഒരു രാഷ്ട്രത്തോട് പടപൊരുതി വിജയം നേടി തന്റെ ജനതയെ അവിടെ നിന്ന് അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി മോശയ്ക്ക് ശക്തി കിട്ടിയത് തന്റെ ബൗദ്ധികമായ പരിജ്ഞാനമോ അറിവോ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. അതിനപ്പുറമായി ദൈവിക ബന്ധത്തിലൂടെ, നോമ്പനുഷ്ഠാനത്തിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ, സ്നേഹത്തോടുകൂടിയുള്ള സഹനത്തിലൂടെ താൻ ആർജിച്ചെടുത്ത ഒരു വലിയ പക്വതയുണ്ട്. തടിച്ച നാവുള്ളവനെന്നും വിക്കനെന്നും ഒക്കെ സ്വയം പരിമിതപ്പെടുത്തിക്കൊണ്ട് താൻ വലിയ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുമ്പോഴും ദൈവം അവന് കൊടുത്ത ശക്തി അത് നോമ്പനുഷ്ഠാനത്തിലൂടെയാണ്. അതുകൊണ്ട് ആധുനിക തലമുറ തിരിച്ചറിയേണ്ടുന്നൊരു സത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബലഹീനതകൾ ഏറെയുള്ളവരാ. നമുക്ക് കഴകത്തില്ലാത്ത ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. അപ്പൊ നമുക്ക് ശക്തി കിട്ടണമെങ്കിൽ മറ്റ് എളുപ്പ വഴികളൊന്നുമില്ല. മോശയ്ക്ക് ശക്തി കൊടുത്തു ഒരു വലിയ ജനതയുടെ നിന്ന്, ഒരു വലിയ രാഷ്ട്രത്തിൽ നിന്ന് തന്റെ ജനതയെ വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള കരുത്ത് കിട്ടിയത് നോമ്പനുഷ്ഠാനത്തിലൂടെയാണ്. 40 രാവും 40 പകലും നോമ്പനുഷ്ഠിച്ചു എന്നാ പറയുന്നത്. വീണ്ടും ഈ ജനതയെ കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മോശയെ കാണുന്നില്ല. എവിടെ പോയി മോശ? എല്ലാവരും അഹ്റോനോട് ബഹളം വയ്ക്കാൻ തുടങ്ങി. ആളിനെ കാണുന്നില്ല. പോയിട്ട് നാളുകളേറെയായി. അവർ നിർബന്ധം പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു നേതാവിനെ വേണം, ഞങ്ങൾക്കൊരു ഒരു ദൈവത്തെ വേണം, കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഇറങ്ങി വരുന്നു മുകളിൽ നിന്ന് മോശ. അവന്റെ മുഖം ശോഭിച്ചിരുന്നു, അവന്റെ കൈകളിൽ കൽപ്പലകളുണ്ട്. ആ 40 രാവും 40 പകലും കഠിനമായ ഉപവാസവും കഠിനമായ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ദൈവദർശനത്തിലൂടെയും തന്റെ ജനതയെ മുഴുവൻ നയിക്കത്തക്ക വിധത്തിലുള്ള വലിയ ചട്ടവട്ടങ്ങൾ, വലിയ നിയമങ്ങൾ. ഒരുപക്ഷെ ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലോകത്തിന്റെ മുഴുവൻ നിയമസംഹിതകളുടെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി വരെ നടത്തുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും പരമോന്നത കോടതികളിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ നിബന്ധനകളുടെയും കോടതികളുടെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ 10 കൽപ്പനകളാണ്. അപ്പൊ സർവ്വലോകത്തിന്റെയും നിയമത്തിന്റെ അടിത്തറ കട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മോശ ചുമ്മാതെ പോയി എടുത്തോണ്ട് വരികയല്ല. 40 രാവും 40 പകലും ഉപവസിക്കുക. ഈ കഠിനമായ വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് ദൈവദർശനത്തിലൂടെ തമ്പുരാന്റെ കരങ്ങളാൽ എഴുതപ്പെട്ട അനുഗ്രഹീത നിയമങ്ങളുമായി ആ മല വിട്ടിറങ്ങി താഴ്വരയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഒരു ജനതയെ നയിക്കുവാൻ, ഒരു ജനതയുടെ വിമോചനത്തിനും വിടുതലിനുമായി, അതുപോലെ തന്നെ ഒരു ജനതയെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒക്കെയുള്ള പ്രയത്നങ്ങളുടെ പിന്നിലൊക്കെ കഠിനമായ വ്രതാനുഷ്ഠാനവും നോമ്പുമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തെ മുമ്പോട്ട് നയിക്കാൻ ഈ വ്രതാനുഷ്ഠാനം അനിവാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നയിക്കാൻ ഈ വ്രതാനുഷ്ഠാനം മാതാപിതാക്കൾക്ക് അനിവാര്യമാണ്. ദുഷിച്ച ജീവിതക്രമങ്ങളിൽ ജീവിത പങ്കാളികൾ അലയുമ്പോൾ ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ അനുഷ്ഠാനങ്ങൾ അനിവാര്യമാണ്. പൗരോഹിത്യ ശ്രേണികളിലുള്ള ഞങ്ങൾ സഭയുടെ ഇന്നത്തെ ദുസ്ഥിതികളിലും പ്രതിസന്ധികളിലും ആടിയുലയുന്ന അനുഭവങ്ങളിൽ അതിനെ അനുഗ്രഹത്തിന്റെ തീരത്തെ കനയിക്കുവാൻ വൈദിക സ്ഥാനികൾക്ക്, ആത്മീയ സ്ഥാനികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ അനിവാര്യമാണ്. ഇത് തിരിച്ചറിയാൻ സാധിക്കണം. ഈ അനുഷ്ഠാനത്തോടു കൂടിയാണ് നാം പുതിയ ഒരു വരുന്ന നോമ്പിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. അപ്പൊ മോശയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ശക്തിയോടുകൂടി തന്റെ ജീവിതത്തെ കരുത്തുറ്റൊരു വ്യക്തിത്വമാക്കിക്കൊണ്ട് തന്റെ ബലഹീനതകൾക്ക് അപ്പുറമായി ബലപ്പെടുത്തുന്ന ഒരു ദൈവിക ശക്തി അനുഭവവേദ്യമായിക്കൊണ്ട് മുൻപോട്ട് കരുത്തോടെ മുന്നേറുവാൻ, ഒരു ജനതയെ മുഴുവൻ അനുഗ്രഹത്തിന്റെ തീരത്തെ കാനയിക്കുവാൻ തക്കവണ്ണം ഇടയായത് മോശയുടെ കഠിനമായ വ്രതാനുഷ്ഠാനവും നോമ്പുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നോമ്പിന്റെ ശക്തി എത്ര മഹത്വരമാണ്. തിരുവെഴുത്തമ്മെ പഠിപ്പിക്കുക. ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ഇത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും ശക്തിയും നമുക്കുണ്ടാവണം. ആത്മീയ ദർശനം നമുക്കുണ്ടാവണം. ഈ അന്തർനേത്രം തുറക്കുവാൻ തക്കവണ്ണം ഇടയാവണം. വീണ്ടും വ്രതാനുഷ്ഠാനത്തിന്റെ ചരിത്രം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഉജ്ജ്വലമായ ഏറ്റവും വലിയൊരു നോമ്പനുഷ്ഠാനം നമുക്ക് കാണാൻ സാധിക്കും. മറ്റാരുടെ നല്ല ഏലിയാവിൻ്റെതാണ്. ഒരുപക്ഷെ ഏലിയാവിന്റെ ഒരു നെഗറ്റീവ് ചിത്രം നമ്മൾ കാണുന്നത് എവിടെയാ? ചുരച്ചൊടിയുടെ ചുവട്ടിൽ വളരെ പരീക്ഷിതനായിട്ട് കിടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, തമ്പുരാനെ എന്റെ പ്രാണനെ അങ്ങ്
എടുക്കണം. ഒരു നിരാശയുടെ പടുകുഴിയിൽ നിന്ന് സ്വർഗീയമായ മഹോന്നതങ്ങളിലേക്ക്, അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് കയറി എന്നാ പറയുന്നത്. ഇപ്പൊ രണ്ട് എക്സ്ട്രീമുകളാണ്. ഒന്ന് നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന, ചുരച്ചൊടിയുടെ കിടക്കുന്ന ഏലിയാവ്. മറ്റൊരു പ്രോജ്വലമായ ചിത്രമാണ് അഗ്നിത്തേരിൽ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. ഈ രണ്ട് ദൃശ്യങ്ങൾ തമ്മിലുള്ള അകലം എന്തിൻ്റെതാണ്? നോമ്പിന്റെ അകലമാണ്. ഈ താഴ്വരയിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് തന്നെ എത്തിച്ചത് ഈ നോമ്പാണ്. ഏലിയാവിനെ വ്യത്യാസപ്പെടുത്തിയ ഒറ്റ ഘടകം അതാ, നോമ്പാണ്, നോമ്പനുഷ്ഠാനമാണ്. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ആധ്യാത്മികതയുടെയും നന്മയുടെയും സ്വർഗീയമായ അനുഭവത്തിലേക്ക് അഗ്നിത്തേരിൽ തന്നെ കരയറ്റിയത് തന്റെ നോമ്പനുഷ്ഠാനമാണ്. അതുകൊണ്ടാണ് നിത്യപ്രാർത്ഥനയിൽ നാം പ്രത്യേകിച്ച് നോമ്പ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പാൽ ഏലിയാവ് അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അകലം വാസ്തവത്തിൽ വലിയതല്ല, നോമ്പിന്റെ ഒരു അകലമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നോമ്പിന് സാധിക്കും. നിന്റെ ജീവിതം നിരാശയിൽ അടിപ്പെട്ടതാവട്ടെ, നിന്റെ ജീവിതം അപജയങ്ങൾപ്പെട്ടതാവട്ടെ, നിന്റെ ജീവിതം ആടിയുടയുന്നതാവട്ടെ, നിന്റെ ജീവിതം നിന്റെ പരിമിതികൾക്ക് അപ്പുറമായി വല്ലാത്ത സംഘർഷപൂരിതമാവട്ടെ, പക്ഷെ അത് മാറ്റിമറിക്കുന്ന ഒരു യജ്ഞമാണ് നാം കടന്നു വരാൻ പോകുന്ന നോമ്പ്. നിന്നെ തന്നെ മാറ്റിമറിക്കുന്ന, നിന്റെ മനസ്സസ്വസ്ഥമാക്കുന്ന, നിന്റെ മനസ്സ് വിറങ്ങലിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന വലിയ പ്രതിസന്ധിക്ക് തമ്പുരാൻ പരിഹാരം തരുന്ന ഒരു നിർദ്ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അത് ഏലിയാവിന്റെ ചരിത്രത്തിൽ നാം കാണുകയാണ്. ഏലിയാവ് കരുത്തുറ്റൊരു വ്യക്തിത്വമായിട്ട് തീരുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ മരിച്ചാൽ കൊള്ളാമെന്ന് പോലും കരുതിക്കൊണ്ട് കിടന്ന മനുഷ്യനെ തട്ടി ഉണർത്തി അപ്പവും വെള്ളവും, അടയും കൊടുത്ത് വെള്ളവും കൊടുത്തുകൊണ്ട് താൻ നടക്കുകയാണ്. എവിടേക്ക്? ഹോറേബോളം. 40 രാവും 40 പകലും അവൻ അനുഗ്രഹത്തോടെ കഠിനമായ വ്രതവും അനുഷ്ഠാനവും ഉപവാസവും നടത്തുകയാണ്. എന്താ ഓടിപ്പോകാനുള്ള കാരണം നമുക്കറിയാം. ഒരു കൊച്ചു സ്ത്രീയാണ് അവന്റെ മുമ്പിൽ വന്ന് പറഞ്ഞത്. എന്താ വിഷയം? യഹോവയായ ദൈവത്തിന്റെയും ബാലിന്റെയും പ്രവാചകന്മാരും തമ്മിലുള്ള സംഘർഷമാണ്. ബാലിന്റെ പ്രവാചകന്മാരെ ദൈവിക ദർശനത്താൽ വാളിനിരയാക്കിയപ്പോൾ ഇസബേൽ വന്ന് പറഞ്ഞു, നിന്നെയും ഇവരിൽ ഒരുവനെ പോലെ ആക്കുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ തന്റെ ശിഷ്യനെയൊക്കെ വിട്ടേച്ച് ചുരച്ചൊടിയുടെ ചുട്ടിൽ പോയി കിടക്കുകയാണ്. ദൈവവനെ തട്ടി ഉണർത്തുകയാണ്. കഠിനമായ നോമ്പും കഠിനമായ ഉപവാസവും 40 രാവും 40 പകലും കഴിഞ്ഞപ്പോൾ അവൻ കരുത്തുറ്റ വ്യക്തിത്വമാണ്. ഹോറേബിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ അനുഗ്രഹീത പ്രവാചകന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, എത്ര തീഷ്ണതയാണ്. ഒരു നിരാശനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് മെച്ചമെന്ന് ചിന്തിച്ച് പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് വിലപിച്ച മനുഷ്യൻ, പക്ഷേ ഹോറേബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം വളരെ ശക്തമായ കരുത്തുറ്റ വ്യക്തിത്വമാണ്. അവൻ എവിടേക്കാ പോയെന്നറിയാമോ? ആഹാബിന്റെ കൊട്ടാരത്തിലേക്കാണ്. ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ചങ്കൂറ്റമാണ് ഏലിയാവിനുണ്ടാവുന്നത്. കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാം? നീയും നിന്റെ പിതൃഭവനവുമാണ് ഇസ്രായേലിന്റെ അപജയത്തിന് കാരണമെന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടുന്ന ഒരു പ്രവാചനയാണ്. എങ്ങനെ നിരാശയിൽ നിന്ന് ഈ ചങ്കൂറ്റം ഏലിയാവിന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏലിയാവ് ശക്തമായി നമ്മുടെ കാതിൽ മന്ത്രിക്കും, കുഞ്ഞെ, മറ്റൊന്നല്ല, എന്റെ വ്രതവും നോമ്പും ഉപവാസവുമായിരുന്നു. നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് കരുത്തുറ്റ വ്യക്തിത്വങ്ങളായി പരിണമിപ്പിക്കാൻ സാധിക്കും. അവൻ ഇസബേലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ അഹങ്കരിക്കുന്ന നിന്റെ ഈ ഭൂമേനി ഉണ്ടല്ലോ, ഇത് നായ്ക്കൾ, കുറുനരികൾ നിന്റെ രക്തം നക്കി കുടിക്കുമെന്ന് പറഞ്ഞു. ആർക്കാ സാധിക്കുന്നത്? ഒരുപക്ഷെ കഴുത്തുപാൻ വേറെ ഒന്നും വേണ്ട, കൊട്ടാരത്തിനകത്ത് എന്നാ പറയുന്നത്, അല്ല തെരുവിലോ അകലങ്ങളിലോ നിന്നല്ല പറയുന്നത്. കൊട്ടാരത്തിനകത്തി എന്ന് ആഹാബ് രാജാവിനോട് പറയുന്നു, നിന്റെ പിതൃഭവനമാണ് ഇസ്രായേലിന്റെ അപജയത്തിന്, നീയും നിന്റെ പിതൃഭവനവുമാണ്. തന്റെ സഹധർമ്മിണിയായ ഇസബേലിനോട് പറയുക, നിന്റെ സൗന്ദര്യധാമം നിന്റെ കുറുനരികൾ നക്കിക്കുടിക്കൂ എന്ന് പറയുന്നു. ഇത് പറഞ്ഞേച്ചു പോരുക മാത്രമല്ല, കേവലം 10 വർഷം പിന്നിട്ടില്ല, വലിയ കൊട്ടാര വിപ്ലവം ഉണ്ടാവുകയാണ്. സൈന്യം മുഴുവൻ അതിലേക്ക് ഇരച്ചു കയറുകയാണ്. ആഹാബ് അതിനകത്ത് വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടു. ഇസബേൽ കിളിവാതിലൂടെ വെളിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. നിലത്തു വീണ് രക്തം വാർന്നുകൊണ്ടിരുന്നവളുടെ ശരീരത്ത് രക്തം നക്കി കുടിക്കുവാൻ കുറുനരികൾ വരുന്നത് ദൃക്സാക്ഷിയാകുവാൻ കണ്ട ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രവചനത്തിനുള്ള ശക്തി ഏലിയാവിന് എങ്ങനെയുണ്ടായി? ഈ സ്ത്രീയുടെ മുമ്പിൽ നിരാശപ്പെട്ട് നെട്ടോട്ടമോടി പ്രാണൻ എടുത്തുകൊള്ളണമേ എന്ന് വിലപിച്ചവൻ എങ്ങനെ കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ ആർജവത്വം നേടി? ഒറ്റ കാര്യമുള്ളൂ, നോമ്പാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, നിരാശയുടെ നിഴലാട്ടത്തിൽ നിന്ന് പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുവാൻ
നോമ്പനുഷ്ഠാനം, നല്ല വ്രതാനുഷ്ഠാനത്തിന് സാധിക്കും. അനിവാര്യമായിരിക്കുന്നത് നോമ്പനുഷ്ഠാനം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കോണം, ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ തക്കോണം, ജീവിതത്തിന്റെ ശൈലികളിൽ മാറ്റം വരുത്തുവാൻ തക്കോണം, പുതിയ ദർശനം ഉൾക്കൊള്ളുവാൻ തക്കോണം, ആത്മാവിന്റെ നിറവുണ്ടാകുവാൻ തക്കോണം നമുക്ക് സാധിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മരണത്തിൽ നിന്ന് പോലും ഒരു നീക്കുപോക്കിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. മരണത്തിൽ നീക്കുപോക്ക് ലഭിച്ചൊരു ഭക്തനുണ്ട്, ഹിസ്കിയാവിനെ കുറിച്ച് പറയും. എന്താ സംഭവിക്കുന്നത്? ഹിസ്കിയാവ് മരണകരം. അവനോട് പറഞ്ഞു, നീ മരിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്താ വിഷയം? പരുവെന്ന് അവിടെ പറയുന്നില്ലേ? ഒരുപക്ഷെ ആധുനിക വേദശാസ്ത്ര പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശാലമായി പഠിച്ചത് കരിയാത്ത പരുവെന്ന് പറഞ്ഞാൽ അത് ക്യാൻസറാണ്. ശരീരത്ത് വ്രണം വന്നാൽ കരിയാത്തതായിട്ട് എന്തേ ഉള്ളൂ? അത് ക്യാൻസറാണ്. ഒരുപക്ഷെ ഇന്ന് ക്യാൻസർ എന്ന് എഴുതുന്ന ക്യാൻസർ പദപ്രയോഗം അന്ന് ഉണ്ടായില്ല. അപ്പൊ മരണകരമായ ഒരു രോഗം വന്ന മനുഷ്യനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പൊ ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ നിന്ന് പോലുമുള്ള വിടുതൽ അതിന് പ്രയോജനപ്പെടുത്തുന്നതാണ് നോമ്പെന്ന് പറയുന്നത്. ഹിസ്കിയാവ് ഒന്നേ ചെയ്തുള്ളൂ, എന്താ? തൻ ഭിത്തിയോട് മുഖം തിരിഞ്ഞു, അവൻ തമ്പുരാനോട് നിലവിളിക്കുക, കണ്ണുനീരൊഴുക്കുക. ഒരു കഠിനമായ വ്രതം, കഠിനമായ ഒരു ഉപവാസം ഹിസ്കിയാവ് കഴിച്ചു എന്ന് പറയുന്നു. നിന്റെ ശരീരത്തെ അലട്ടുന്ന നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക്, നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം ഇതാണ്, ഒരു നല്ല നോമ്പനുഷ്ഠാനം. ദൈവത്തോട് ചോദിച്ചു വാങ്ങുക. ചില ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വാസ്തവത്തിൽ ഈ ഹിസ്കിയാവ് വാസ്തവത്തിൽ തമ്പുരാനോട് ചോദിച്ചത് 10 വർഷമായിരിക്കും. കാരണം 10 വർഷമെങ്കിലും ചോദിച്ചെങ്കിൽ എത്ര കിട്ടത്തുള്ളൂ? അതിന്റെ പകുതിയെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു 5 വർഷത്തെ ആഗ്രഹം വെച്ചോണ്ട് അവൻ 10 വർഷം ചോദിച്ചു. പക്ഷെ കിട്ടിയത് എത്രയാണെന്നറിയോ? 15 വർഷമാണ്. നീ ചോദിക്കുന്നതിനപ്പുറം നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. പക്ഷെ നിന്നിലൊരു വ്യത്യാസം ഉണ്ടാവണം, നിന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവണം, നിന്റെ ജീവിത ശൈലിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഈ ജീവിത ശൈലിയിലെ മാറ്റമാണ്, ഭക്ഷണക്രമത്തിലെ മാറ്റമാണ്, ആത്മീയ ജീവിത ശൈലിയിലെ മാറ്റമാണ്, നിന്റെ മനോഭാവത്തിന്റെ മാറ്റമാണ് ഈ നോമ്പിൽ നിന്നിൽ ഉണ്ടാവേണ്ടത്. പിതാക്കന്മാർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാ. ഈ ഒരു മാറ്റം നമ്മിൽ ഉണ്ടാവുമോ? കഠിനമായ മരണകരമായ രോഗം ബാധിച്ചിട്ടും ഈ രോഗത്തിന്റെ മറ്റു വഴിയില്ല, അത് മരണം മാത്രമേ തന്റെ മുമ്പിൽ കാണുന്നുള്ളൂ. ആ മരണം തന്റെ മുമ്പിൽ പ്രവചിക്കപ്പെട്ടപ്പോഴും നിരാശനയുടെ പടുകുഴിയിലേക്ക് ഒരുപക്ഷെ തള്ളിയിടേണ്ടവനായ ഒരവസ്ഥാവിശേഷം വന്നപ്പോഴും ഹിസ്കിയാവ് ചുവരിന് നേരെ തിരിഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒരു വലിയ മൽപ്പിടുത്തം നടത്തുകയാണ്. ഈ മൽപ്പിടുത്തമാണ് വലിയ നോമ്പ്, വലിയ വ്രതമാണ്, വലിയ അനുഷ്ഠാനമാണ്. പഴയ നിയമത്തിൽ ഇത്ര ശക്തമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിസ്കിയാവിന് മരണത്തിൽ നിന്നുപോലെ വിടുതൽ കൊടുത്തത് തന്റെ കഠിനമായ വ്രതാനവും അനുഷ്ഠാനവും നോമ്പാചരണവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ എത്രയോ രോഗാതുരായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ മനസ്സസ്വസ്ഥപ്പെടുന്ന എന്തെല്ലാം രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ നമുക്കുണ്ട്. വിടുതലിന് വേണ്ടി ദൈവം നിന്റെ മുമ്പിൽ വെക്കുക, ദൈവം എൻ്റെ മുമ്പിൽ വെക്കുക. ഒരു വ്രതാനുഷ്ഠാനത്തിന് നാം തയ്യാറാകുമോ? ഈ പരിശുദ്ധ നോമ്പിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരു പുനഃപ്രതിഷ്ഠയ്ക്കായിട്ട് തയ്യാറാകുമോ? രോഗാതുരമായ ഈ സമൂഹത്തിന് വിടുതൽ തരുവാൻ തക്കവണ്ണം ദൈവം നമ്മിൽ വയ്ക്കുന്ന അനുഗ്രഹീത വ്യവസ്ഥയാണ്. നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു നോമ്പ് പൂർത്തീകരിച്ചു. ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ദൈവം പ്രതിജ്ഞ ചെയ്ത് കൽപ്പന പുറപ്പെടുവിച്ചതാ. പക്ഷെ തമ്പുരാൻ ആ കൽപ്പന പിൻവലിച്ചു. എന്താ കാരണം? ആ ജനം മുഴുവൻ കണ്ണുനീരൊഴുക്കി. നിനിവക്കാർ 3 ദിവസമല്ല 40 രാവും 40 പകലും നിനിവ ഉപവസിച്ചപ്പോൾ ദൈവം അവർക്ക് കൽപ്പിച്ചു വെച്ച വലിയ ശിക്ഷാവിധിയിൽ ദൈവം നമ്മളെ വിടുതൽ കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ കോപാഗ്നിയായി ഇറങ്ങാതിരിക്കാൻ ഒറ്റ ഉപാധിയുള്ളൂ, കണ്ണുനീരോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ? ഈ പരിശുദ്ധ നോമ്പ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന അനുഗ്രഹീത ചിന്ത ഇതാണ്. നമുക്ക് ഒരു മടങ്ങിവരവിന്റെ കാലമാണ്. നമ്മുടെ ഇപ്പോഴത്തെ യാത്രയും പോക്കിൽ നിന്ന് ഒരു വ്യത്യസ്തതയിലേക്കൊന്ന് മടങ്ങി വരാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, നീയും ഞാനും അസ്വസ്ഥപ്പെടുന്ന അലട്ടപ്പെടുന്ന ശാരീരികമായ രോഗ അനുഭവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കൊള്ളും. നിരാശയുടെ പടുകുടിയിൽ നിന്ന് ഏലിയാവിനെ പ്രത്യാശയുടെ തീരത്തിലേക്കും സ്വർഗത്തിലേക്കും അഗ്നിത്തേരിൽ കരയറ്റിയതുപോലെ ദൈവിക ദർശനത്തോടുകൂടി ജീവിതത്തിൽ ഉയരുന്നതിനും മനക്കരുത്താർജിക്കുന്നതിനുമായി ഒരു നോമ്പിന് വേണ്ടി നീ തയ്യാറെടുക്കുമോ? ഒരു ജനതയെ നയിക്കുവാൻ കരുത്താർജിക്കുന്ന
മോശ വ്രതാനുഷ്ഠാനത്തിലൂടെ കരുത്താർജിച്ചതുപോലെ എന്റെ കുറച്ച് കൊച്ചു കുടുംബത്തെ നയിക്കാൻ പോലും എനിക്ക് ത്രാണിയില്ലാത്ത അവസ്ഥയിൽ ദൈവമേ എനിക്ക് കരുത്ത് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപവസിക്കുവാനും നൊമ്പനുഷ്ഠിക്കുവാനും സാധിക്കുമോ? നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുവാൻ തക്കവണ്ണം, രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം, പുതിയ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വീണ്ടും പഴയ നിയമത്തിൽ വീണ്ടും ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞു പോയാൽ എങ്ങും എത്തിച്ചേരുകയില്ല. ഒത്തിരി നോമ്പനുഷ്ഠാനങ്ങൾ, നെഹമ്യാവിന്റെ നോമ്പനുഷ്ഠാനങ്ങൾ കാണിക്കും. ഇടിഞ്ഞും പൊളിഞ്ഞും കിടന്ന യെരൂശലേമിന്റെ മതിൽ പുതുക്കി പണിയാൻ ചെല്ലുമ്പോൾ നെഹമ്യാവ് ചെയ്ത 4 കാര്യങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവൻ പറയുന്നു, വലിയൊരു ഉപവാസം നടത്തുകയാണ്, അവൻ കരയുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്, അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുകയാണ്, അവൻ പാപത്തെക്കുറിച്ച് ഏറ്റുപറയാണ്. 5 കാര്യങ്ങളാണ് ചെയ്തത്. ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കരയുന്ന നെഹമ്യാവിനെ കാണുന്നു, ഉപവസിക്കുന്ന നെഹമ്യാവിനെ കാണുന്നു, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ കാണുന്നു, പാപമേറ്റു പറയുന്ന നെഹമ്യാവിനെ കാണുന്നു. 5ാമത് ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്ന് ഉറപ്പിക്കുന്ന ഒരു വലിയ ഭക്തനെ കാണുന്നു. ഈ വ്രതാനുഷ്ഠാനത്തിൽ നമുക്കും വേണ്ടിയിരിക്കുന്ന 5 കാര്യങ്ങളാണിത്. ഒന്ന് കരയാൻ സാധിക്കുമോ? ആത്മാർത്ഥമായിട്ടൊന്ന് വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ സാധിക്കുമോ? വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും സത്യാനുതാപത്തോടെ തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറയാൻ സാധിക്കുമോ? ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്ന് ഉറപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ? ഇത് പിതാക്കന്മാരുടെ ഉപവാസത്തിന്റെ, നെഹമ്യാവിന്റെ ഉപവാസത്തിന്റെ 5 പടികളാണ്. നെഹമ്യാവിന്റെ നോമ്പനുഷ്ഠാനത്തിന്റെ 5 പടികളാണ്. കേവലം നോമ്പനുഷ്ഠാനം ഞാൻ പറഞ്ഞല്ലോ, ഉച്ചവരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ വിശന്ന് വാടിയ മുഖം കൊണ്ട് വിശന്ന വയറുകൊണ്ട് നീ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു അല്ല നിന്റെ നോമ്പനുഷ്ഠാനമാവേണ്ടത്. ആ നോമ്പനുഷ്ഠാനം നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ആത്മീയതയുടെ തലമുണ്ട്. ഈ ആത്മീയ തലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വേണ്ടുന്ന 5 പടികളാണ് നെഹമ്യാവിന്റെ അനുഗ്രഹീത ആത്മീയ ജീവിതത്തിന്റെ നോമ്പനുഷ്ഠാനത്തിന്റെ 5 പടികളാണ് നാം കാണുന്നത്. കരയുന്ന നെഹമ്യ, പ്രാർത്ഥിക്കുന്ന നെഹമ്യ, ഉപവസിക്കുന്ന നെഹമ്യ, പാപമേറ്റു പറയുന്ന നെഹമ്യ, വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന നെഹമ്യ. നമ്മുടെ ജീവിതത്തിലും ഈ ആത്മീയതയുടെ പടികളിലൂടെ ഈ ദിനങ്ങളിൽ നമുക്കൊരു തീർത്ഥാടനം നടത്തുവാൻ സാധിക്കുമോ? ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വലിയ നോമ്പനുഷ്ഠാനം നടത്തിയ 2 ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് കർത്താവിന്റെ മുന്നോടിയാണ്. ഈ കർത്താവിന്റെ മുന്നോടി വാസ്തവത്തിൽ എത്ര ശക്തമായ നോമ്പ് അനുഷ്ഠിച്ചതറിയാം. ഒരുപക്ഷെ തന്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന് അറിയുമ്പോഴും ഇതൊന്നും എനിക്ക് വിഷയമല്ല. വലിയ പ്രവാചക ദൗത്യത്തോടുകൂടി ഭൂമത്തേക്ക് വരും. നല്ല ഭക്ഷണക്രമം തന്നെ അതാ. ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ള ആളല്ല. സ്നാപകന്റേത് വെട്ടുക്കിളി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ? പക്ഷിയതലാണ്. അല്ല, പക്ഷിയല്ല, ഒരു ധാന്യമാണത്. കാട്ടുതേനും കഴിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ശാഖപദാർത്ഥങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ച ആളാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ഒരു മീന്റെ മണമെങ്കിലും ഇങ്ങനെ കഴിയുകയല്ലേ. ഇവിടെ നാം കാണുന്നുണ്ട്, മനുഷ്യന്റെ ശരീരപ്രകൃതി തന്നെ ദൈവം ഈ ഭൂമുഖത്താക്കിയപ്പോഴ്, വാസ്തവത്തിൽ ഏതോട്ടത്തിൽ ആദമിനെ ഹൗവയെ ആക്കിയപ്പോഴ് എന്താ അവരോട് പറഞ്ഞത്? ഈ കായ്കളും കരികളും ഒക്കെ, അല്ലാണ്ട് അവിടെ കാണുന്ന മൃഗങ്ങളെയൊക്കെ വെട്ടിത്തിന്നാനാണ് പറഞ്ഞത്? അല്ല. കാരണം മനുഷ്യന്റെ ശരീരപ്രകൃതി, അവന്റെ കുടലും ഒക്കെ ആ നിലയിൽ തന്നെയാണ്. ഒരു മൃഗത്തിന്റെ ആന്തരിക അവയവങ്ങൾ പോലെ അല്ല മനുഷ്യൻ്റെത്. അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല മനുഷ്യൻ്റെത്. മനുഷ്യന്റെ ശരിക്കും വാസ്തവത്തിൽ ഒരു വെജിറ്റേറിയൻ ഒരു കൺസെപ്റ്റാണ് വാസ്തവത്തിൽ. നന്നായിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ രോഗത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? ഒട്ടും വൃത്തിയില്ലാത്ത, ഹൈജനിക് അല്ലാത്ത, വേണ്ടുവണ്ണം സംരക്ഷിക്കപ്പെടാത്ത ഈ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ മനുഷ്യൻ കഴിക്കുന്നുണ്ടാ പലരും രോഗാതുരായിട്ട് തീരുന്നത്. ചിലർ ഇറച്ചി മീനൊന്നും കഴിച്ചില്ല എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും ശക്തിയും കിട്ടുക? അത് തെളിയിച്ചിട്ടുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ, ഇല്ലേ? ഒരു 10 ദിവസത്തേക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. 10 ദിവസം ഭക്ഷണം വ്യത്യസ്തമായിട്ട് കൊടുത്തു. രാജഭക്ഷണം കഴിച്ച ഒരു കൂട്ടർ മനുഷ്യർ ഒരു വശത്ത്, ഇവിടെ ഈ കുഞ്ഞുങ്ങളോ ശാഖപദാർത്ഥങ്ങൾ, വെജിറ്റേറിയനും പച്ചവെള്ളവും മാത്രം കുടിച്ചു. പക്ഷേങ്കിൽ അവരുടെ ബുദ്ധിയും അവരുടെ കായിക ശേഷിയും ഒക്കെ അളന്നു കഴിഞ്ഞപ്പോൾ ആരാ വിജയിച്ചത്? ഈ 3 കുഞ്ഞുങ്ങളാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു ശൈലി വ്യത്യാസപ്പെടണം. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഭക്ഷണത്തിന് വളരെ തീവ്രമായ കഠിനമായ നോമ്പ് നോറ്റ മനുഷ്യനാണ്. അതുകൊണ്ടാണ് രാജാവിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, നീ കാണിക്കുന്ന അനാവശ്യമാണെന്ന് പറയാൻ ചങ്കൂറ്റം. ഇന്ന് പ്രതികരണശേഷി ആത്മീയ തലങ്ങളിലുള്ളവർക്ക് പോലും ഇല്ല. കാരണം ഈ കരുത്ത് നാം ആർജിക്കുന്നില്ല. ആത്മീയ ശിക്ഷണത്തിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ, നോമ്പനുഷ്ഠാനത്തിലൂടെ ആർജിക്കേണ്ട മനക്കരുത്തും ഈ പ്രതികരണശേഷിയും
ഇന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നോമ്പിന്റെ കഠിനമായ നോമ്പനുഷ്ഠാനത്തിലൂടെ സ്നാപക യോഹന്നാൻ തന്റെ ശിരസ് പോയി എന്നുള്ളത് മറുവശം. പക്ഷെ ആ ശിരസ് ലോകത്തിൽ വെച്ച് മുറിക്കപ്പെട്ടെങ്കിലും ദൈവസന്നിധിയിൽ ആ ശിരസ് ഇന്നും ശോഭിക്കുന്നു, തമ്പുരാനോടൊപ്പമായിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആ ജീവിതത്തിന്റെ മഹത്വം ഒരുപക്ഷെ കേവലം ചുരുങ്ങിയ കാലഘട്ടം ഈ ലോകത്തിൽ ഒരു അനുഗ്രഹത്തോടെ, ഒരു കൊല്ലിമീൻ പോലെ അനുഗ്രഹത്തോടെ വന്നു പോയെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ ശക്തസ്വാധീനമായി സ്നാപകൻ നിൽക്കുകയാണ്. ഇനിയും തമ്പുരാന്റെ ജീവിതത്തിലേക്ക് കടന്നേ വലിയ ദൗത്യത്തിന് വേണ്ടി, രക്ഷണ്യ വേലയ്ക്ക് വേണ്ടി തന്നെ സ്വയം സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ ചെയ്തെന്താ? 40 രാവും 40 പകലും കഠിനമായ ഉപവാസം. വലിയ ദൗത്യം എന്നെ നിങ്ങളെ ഈ ലോകത്ത് തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുക എന്നുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രശ്നവും കലുഷിതമായ അന്തരീക്ഷത്തിൽ വലിയ വെല്ലുവിളിയാണ്. ഇന്ന് സ്വസ്ഥത കെടുന്ന അനേക കുടുംബങ്ങൾ, മക്കളില്ലാത്ത ദുഃഖങ്ങളുള്ള കുടുംബങ്ങൾ, മക്കളെ പ്രതി ദുഃഖങ്ങളുള്ള മാതാപിതാക്കൾ, കൂടപ്പറപ്പുകളെ കുറിച്ച് വിലപിക്കുന്നവർ, ജീവിത പങ്കാളിയെ കുറിച്ച് നിരാശപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ ഇന്നിന്റെ ചിത്രത്തിലെ ശിഥിലമാക്കപ്പെടുന്ന കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുള്ള ചിത്രങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരു കഠിനമായ വ്രതവും നോമ്പനുഷ്ഠാനമല്ലാതെ മറ്റുപാധിയില്ല. ഒരു മടങ്ങിവരവിനായി, ഒരു തിരിച്ചുവരവിനായി, ഒരു പുതിയ ദിശാബോധത്തോടെയുള്ള മുമ്പോട്ടുള്ള തീർത്ഥാടനത്തിന് വേണ്ടി നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പ്രത്യാശയുടെ തീരത്തേക്ക് നമ്മെ ആനയിക്കുവാൻ ഈ വിശുദ്ധ നോമ്പചരണമല്ലാതെ മറ്റൊന്നില്ല. ഞാൻ ദീർഘമാക്കുന്നതിന്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്താ ഉപവാസത്തിന്റെ ഗുണങ്ങൾ? നമ്മൾ ആദ്യമായിട്ടുള്ള ഉപവാസങ്ങളിലൂടെ പഠിച്ച 2-3 ഗുണങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. ഇവിടെ ഉപവാസത്തിന്റെ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇത് പാപപരിഹാരത്തിനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാനുള്ള ഏറ്റവും വലിയ, ദൈവത്തോട് മാപ്പിരക്കാൻ, ദൈവത്തോട് അനുരഞ്ജിക്കുവാൻ, അനുരഞ്ജനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉപവാസവും പ്രാർത്ഥനയാണ്. ഉപവാസവും നോമ്പനുഷ്ഠാനവുമാണ്. ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ആത്മവിവശതയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കെങ്കിൽ ദൈവം തമ്പുരാൻ നിന്നോട് വ്യക്തിപരമായിട്ട് ഇടപെടാൻ തക്കൊണ്ടിടയാകും. അതുകൊണ്ട് പാവപരിഹാരത്തിന്റെ ഏറ്റവും വലിയ മാർഗമാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസവും തിരിച്ചറിയാൻ സാധിക്കണം. നിന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴിയായത്, ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ഇത് ആരുടെയും മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്രതത്തിന്റെ പിന്നിലെ ചിന്ത, ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ ഡിവൈൻ. ഡിവൈൻ ബീയിങ്ങും ഹ്യൂമൻ ബീയിങ്ങും തമ്മിലുള്ള കോൺട്രാക്ട് ആണ്. ഈ ദൈവത്തോട് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. നിന്റെ ജീവിതത്തിൽ ഹിതമല്ലാത്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് പ്രായശ്ചിത്തം നേടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഒരു നല്ല ഉപവാസം, നല്ല നോമ്പനുഷ്ഠാനം. അതുകൊണ്ട് പ്രായശ്ചിത്തത്തിൻ്റെതാവട്ടെ ഈ അനുഗ്രഹീതമായ നോമ്പ്. മൂന്നാമത്, ദൈവത്തിൽ നിന്ന് അസാധ്യ കാര്യങ്ങളെ പ്രാപിക്കാനുള്ള വഴിയാണ്. ഹിസ്കിയാവ് വിചാരിച്ചു തനിക്കിനി ഒരു ജീവിതമില്ല. നിന്റെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങളെ പ്രാപിപ്പാൻ, നിനക്ക് അപ്രാപ്യമെന്നോ അസാധ്യമെന്നോ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് സാധിക്കുവാനായിട്ട് അപ്രാപ്യമായ കാര്യങ്ങളെ സാധിച്ചു തരുവാൻ ദൈവം നിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ നോമ്പനുഷ്ഠാനം. ഈ അനുഗ്രഹീത 50 നോമ്പിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അസാധ്യ കാര്യങ്ങളെ സാധിപ്പാൻ കൊണ്ടുവരികയാവും. തമ്പുരാന്റെ അത്ഭുതം ഭൂമിയിൽ നടക്കണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രീ കണ്ടീഷൻ ഇതാണ്, ഈ നോമ്പനുഷ്ഠാനം. ദൈവം ഈ ഭൂമിയിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ ലോകത്തോട് കരുണ കാണിക്കണമെങ്കിൽ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമെങ്കിൽ, എൻ്റെ സഭയോട് കരുണ കാണിക്കുവാനായി ദൈവം മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അനുഷ്ഠാനം ഭക്തിയോടുകൂടിയുള്ള നോമ്പനുഷ്ഠാനം. അനുഗ്രഹത്തോടെ നമുക്ക് നോമ്പിലേക്ക് ഇടാൻ സാധിക്കുമോ? വീണ്ടും ആത്മശരീര ദേഹികളുടെ ശാക്തീകരണത്തിന്, ഇന്ന് ആത്മാവിൽ ശക്തിയില്ല, ശരീരത്തിന് ബലമില്ല. ഈ ആത്മാവിനെയും ശരീരത്തെയും ദേഹത്തെയും ദേഹിയെയും ഒക്കെ ബലപ്പെടുത്തുവാൻ, ആത്മാവിനെ ബലപ്പെടുത്തുവാൻ സിദ്ധ ഔഷധമാണ് ഈ പരിശുദ്ധ നോമ്പ്. നമ്മുടെ ആത്മശരീര ദേഹികളുടെ ശാക്തീകരണത്തിനുള്ള സിദ്ധ ഔഷധമാണ്. പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട പ്രോട്ടീനും അല്ലെങ്കിൽ അതുപോലെയുള്ള വൈറ്റമിൻസും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കാറുണ്ട്. ശരീരത്തിന് ബലം കിട്ടാൻ, ഊർജം കിട്ടാനുള്ള സ്രോതസ് കണ്ടെത്താറുണ്ട്. ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ് ഈ വിശുദ്ധ നോമ്പ്. നിന്റെ ആത്മാവിനും ശരീരത്തിനും ദേഹിക്കും ഒരുപോലെ ശക്തി തരുന്ന വലിയ സിദ്ധ ഔഷധമാണ് ഈ പരിശുദ്ധ നോമ്പെന്ന് തിരിച്ചറിയാൻ കൊണ്ടിടയാണ്. വീണ്ടും പ്രാർത്ഥനയിൽ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ശത്രുവിന്റെ നേരെ തോൽക്കാത്ത ആയുധമാണ്. ശത്രുവിന്റെ നേരെ തോൽക്കാത്ത, ശത്രുവിനെ കുറിച്ചുള്ള ഭയം പലപ്പോഴും സങ്കീർത്തനക്കാരൻ 55 പറയുന്നുണ്ട്, ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ ഉള്ളിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു എന്നാണ് 55 സങ്കീർത്തനത്തിൽ പറയുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ഞരങ്ങി ജീവിക്കുകയാണ്. ശത്രുഭയം മൂലം നരങ്ങി ഉറക്കം പോലും ഇല്ലാത്ത അനുഭവങ്ങളാണ്.
ഇവിടെ ശത്രുഭയത്തിൽ നിന്നുള്ള വിടുതലിന് ദൈവം നിന്റെ മുമ്പിൽ വയ്ക്കുന്ന വ്യവസ്ഥയാണ് അനുഗ്രഹിക്കപ്പെട്ട നോമ്പ്. രോഗത്തിൽ നിന്നും എന്തിന് മരണത്തിൽ നിന്ന് പോലുമുള്ള നോമ്പ് വിടുതൽ തരാനായിട്ട് സാധിക്കുന്നതാണ് നോമ്പനുഷ്ഠാനം. ഹിസ്കിന് മരിക്കും എന്ന് അവനോട് പ്രവചിച്ചിട്ട് പോലും അതിൽ നീക്കുപോക്ക് കൊടുക്കുന്ന ദൈവത്തെ കാണാം. അവൻ ചുവരിന് നേരെ തിരിഞ്ഞ് കണ്ണുനീരോടെ കഠിനമായി ഉപവസിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ വലിയ വിടുതൽ ലഭിക്കുന്നു. അതെ, ശരീര രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള നീക്കുപോക്ക് തരുവാൻ തക്കവണ്ണം നോമ്പനുഷ്ഠാനത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാവണം. അവിടെ നോമ്പനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹകരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയാവട്ടെ. ഇനി ഭൗതികമായിട്ടൊന്ന് ചിന്തിച്ചാൽ, ലോകപ്രകാരം ഒന്ന് ചിന്തിച്ചാൽ, ഈ 50 ദിവസത്തെ നോമ്പിന് ശേഷം നിങ്ങൾ ഈ നോമ്പ് തുടങ്ങുന്നതിന്റെ തലേ ശനിയാഴ്ച ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ 50 ദിവസം കഴിഞ്ഞ് കൃത്യമായ നോമ്പ് നോക്കിയിട്ട് 50 ദിവസം കഴിഞ്ഞ് ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറഞ്ഞിരിക്കും, നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് കൺട്രോൾഡ് ആയിരിക്കും, നിങ്ങളുടെ ബ്ലഡിലെ കൗണ്ടിന് ഒരു കുറവും വരാനായിട്ട് ഇടയാവത്തില്ല. നിങ്ങളുടെ എല്ലാ ശാരീരികമായിട്ടുള്ള എല്ലാ 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 എലമെന്റ്സും വളരെ കൃത്യതയോടും ഭംഗിയോടും ഇരിക്കേണ്ട കൗണ്ടിടയാവും. അപ്പോഴേ നോമ്പനുഷ്ഠാനത്തിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ രോഗസാധ്യതകൾ കുറയ്ക്കാൻ തക്കവണ്ണം, രോഗസാധ്യതകളെ കുറയ്ക്കാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ മുമ്പേ തന്നെ ഓർമ്മിപ്പിച്ചു, ഈ മനുഷ്യന്റെ ശരീരം പ്രകൃതിയോട് ഏറ്റവും ചേർന്നുള്ളതാണ്. അതുകൊണ്ടൊരു വെജിറ്റേറിയൻ മോഡാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ കണ്ടീഷൻ. നമ്മൾ ഇന്ന് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാരി വെട്ടി തിന്ന് നമ്മുടെ ശരീരത്തിന്റെ അതിന്റെ താളവും ലയവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രോഗമുക്തമായിട്ടൊരു ജീവിതം നയിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വാസ്തവത്തിൽ ഇതാണ്. ചില മതങ്ങളെ സംബന്ധിച്ച് ചില ഭക്ഷ്യവാദികൾ വലിയ ഇറച്ചികൾ പോലും നിഷിദ്ധമാണ്. നല്ല ഹൈന്ദവ ചിന്തയിൽ ഗോമാംസം കഴിക്കുകയില്ല, കാരണം പശുക്കളെ ദൈവമായിട്ടാണ് കാണുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ അവർ വാസ്തവത്തിൽ പന്നിയിറച്ചി കഴിക്കുകയില്ല, നിഷിദ്ധമായിട്ടാണ്. യഹൂദന്മാർ പന്നിയിറച്ചി കഴിക്കുകയില്ല. ജൈനന്മാരും ബുദ്ധന്മാരും ഇറച്ചിയെ തൊടുകയില്ല. പക്ഷെ ഇതിനൊന്നും പഥ്യമില്ലാത്ത ഒറ്റ ഇണങ്ങിയുള്ളൂ. ആരാന്നറിയാം? നമ്മുടെ നസ്രാണികൾ മാത്രമാണ്. ഇതിനൊന്നും ഒരു പഥ്യമില്ല, ഒരിറച്ചിക്കും പഥ്യമില്ല, ഒരു വസ്തുവിനും പഥ്യമില്ലാതെ. അതുകൊണ്ട് ഈ നോമ്പനുഷ്ഠാനത്തിൽ ഒരല്പം പഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, അല്പം നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, ജീവിത ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവട്ടെ, ഭക്ഷണക്രമത്തിലൊരല്പം വ്യത്യാസം ഉണ്ടാകാൻ കൊണ്ടിടയാവട്ടെ. അതുപോലെ തന്നെ വാസ്തവത്തിൽ വ്രതാനുഷ്ഠാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് പറയുന്നത്, നമ്മൾ നന്നായി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അമേരിക്കയിൽ ഒരു വലിയ പഠനം നടത്തി. അമേരിക്കയിൽ എല്ലാ മതങ്ങളുടെയും ഈ വ്രതാനുഷ്ഠാനത്തെ കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ഒത്തിരി ആളുകളെ സ്പെസിമെനായിട്ട് വെച്ചുകൊണ്ട് പഠിച്ചിട്ട് അവർ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ഈ വ്രതാനുഷ്ഠാനം വലിയ ഒരു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന. ഈ അമേരിക്കയിലെ ഒരു പഠനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പഠനത്തിൽ അവർ പറയുന്നത്, ദീർഘസമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ അത് അനുഭവിച്ചറിയുന്ന ഒരു സത്യം എപ്പോഴാന്ന് ചോദിച്ചാൽ ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച വെള്ളമൊക്കെ കുടിക്കാതിരിക്കുമ്പോഴാണ് അറിയുന്നത്. അവർ പറയുന്നത് 11.5 മണിക്കൂർ, അത് ചുരുക്ക സമയമല്ല, 11.5 മണിക്കൂർ ദീർഘമായി പച്ചവെള്ളം പോലും ഉമിനീര് പോലും ഇറക്കാതിരുന്നാൽ മനുഷ്യന്റെ കുടലിനകത്ത് പിരിറ്റോണിയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സെൽഫ് മെക്കാനിസത്തിന്റെ ഭാഗമാണ്. മനുഷ്യ ശരീരത്തിനൊരു സെൽഫ് മെക്കാനിസം ഉണ്ട്. ഈ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് പിരിറ്റോണിയം എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് അത് ബെസ്റ്റ് ആകും. അതിനകത്തുനിന്ന് ഒരു എൻസൈം പുറപ്പെടും. ഈ എൻസൈം മനുഷ്യ ശരീരത്തിന് ക്യാൻസറിൻ്റെതും അൾഷിമേഴ്സ് പോലുള്ള വളരെ മാരകമായ ശാരീരിക രോഗത്തിന് പോലും പ്രതിരോധ ശക്തിയുള്ള സാധനമാണെന്ന് പറയുന്നത്. 11.5 മണിക്കൂർ വെള്ളം പോലും ഉമിനീര് പോലും ഇറക്കാതിരുന്നാൽ ശരീരം അതിൻ്റെ സെൽഫ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ദ്രാവകം അത് അസ്ഥിക്ക് ബലം കൊടുക്കുന്നു. മാരകമായ ക്യാൻസർ പോലുള്ള രോഗത്തിന്റെ പോലും പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതാണെന്നാണ്. ഇത് കേവലം ലേനാൻ ജോർജും പറയുന്നതല്ല, കൃത്യമായിട്ട് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ പഠന വിഷയമാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ദുഃഖവെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ആ കൃത്യസമയം കഴിയുമ്പോൾ ഒരു പ്രത്യേക ശക്തി തോന്നാറുണ്ട്. അതുവരെയൊക്കെ അല്പം ക്ഷീണം തോന്നിയിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിനൊരു വ്യത്യാസം നമുക്ക് തോന്നും. അപ്പോഴങ്ങനെ പ്രതിരോധ ശക്തി വളരെ ശക്തമായിട്ട് ശരീരത്തിന് ഉളവാക്കുവാൻ നല്ല, അത് കൃത്യതയോടെയുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അതെങ്ങനെയായിരിക്കണം? സ്നേഹത്തോടുള്ള സഹനമാകണം, ആർക്കാണ്ടും വേണ്ടിയാവരുത്. കൃത്യതയോടെ നോക്കുമ്പോൾ സാധിക്കും. അങ്ങനെ പ്രതികരണ ശേഷി വർദ്ധിക്കട്ടെ, പ്രതിരോധ ശക്തി വർദ്ധിക്കട്ടെ, രോഗമുക്തമായൊരു ജീവിതം നയിക്കട്ടെ, ആത്മശരീര ദേഹികളുടെ നിറവ് പരിശുദ്ധ നോമ്പിലുണ്ടാവട്ടെ. എല്ലാ വിധത്തിലും
ഈ തിങ്കളാഴ്ച തുടങ്ങുന്ന വലിയ നോമ്പ് അനുഷ്ഠാനം കേവലം ആചരണമല്ല, അനുഷ്ഠാനമല്ല, അനുഭവമായി രൂപാന്തരപ്പെടുവാൻ, പ്രത്യേകിച്ച് മോശ ഔന്നത്യത്തിൽ ചെന്ന് തിരിച്ചിറങ്ങിയപ്പോൾ മുഖം ശോഭിച്ചതുപോലെ നമുക്കൊരു ശോഭ, ദൈവശോഭ ഉണ്ടാകുവാൻ ഈ നോമ്പും വ്രതാനുഷ്ഠാനവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച അവസരത്തിൽ ദൈവസന്നിധിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം